അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഅ്മിനിനുണ്ടായിരിക്കേണ്ട പരിശുദ്ധികൾ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. ആ പരിശുദ്ധിയെല്ലാം നമ്മിലും അല്ലാഹു പ്രത്യേകം പ്രദാനം ചെയ്യുമാറാകട്ടെ. ലോകാവസാനം അടുക്കുമ്പോൾ മനുഷ്യരിൽ ധാർമ്മിക അധപതനമുണ്ടാവുകയും സകല സദാചാര സീമകളും അതിലംഘിക്കപ്പെടുകയും മനുഷ്യർ മൃഗങ്ങൾക്ക് തുല്യരായി ജീവിക്കുകയും ചെയ്യുമെന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നറിയിപ്പുകളാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. അന്ത്യദിനം അടുക്കുമ്പോൾ ലൈംഗിക പരിശുദ്ധി മനുഷ്യർക്ക് നഷ്ടപ്പെട്ട് അതിരുവിട്ട ലൈംഗികതയിലൂടെ കുത്തഴിഞ്ഞ ജീവിതം നയിക്കുന്ന ഒരു സാഹചര്യമുണ്ടാകുമെന്ന പ്രവാചകരുടെ പ്രവചനം പുലർന്നു കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം അല്ലെങ്കിൽ ഈ ഒരു വിഷയം നാം സംസാരിക്കുമ്പോൾ പരിശുദ്ധ ഖുർആനിന്റെ ഇക്കാര്യത്തിലുള്ള അധ്യാപനത്തിൽ നമ്മൾ എല്ലാവരും ബോധവാന്മാരാകേണ്ടതുണ്ട്. വിജയം കൈവരിച്ച മുഅ്മിനീങ്ങൾക്കുണ്ടാകുന്ന, വിശ്വാസികൾക്കുണ്ടാകുന്ന യോഗ്യതകൾ എണ്ണിപ്പറഞ്ഞ കൂട്ടത്തിൽ പ്രധാനപ്പെട്ടതാണല്ലോ വല്ലദീനഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ. ലൈംഗിക പരിശുദ്ധിയുള്ള ആളുകൾക്കാണ് ഇഹപര വിജയമുള്ളത്. അവരാണ് പടച്ച തമ്പുരാന്റെ പൊരുത്തം സമ്പാദിച്ചവർ. അവരാണ് ജന്നത്തുൽ ഫിർദൗസിന്റെ അനന്തരാവകാശികൾ എന്ന അള്ളാഹുവിന്റെ അറിയിപ്പ്. പ്രിയപ്പെട്ടവരെ, അള്ളാഹു വ്യഭിചാരത്തെ കുറിച്ച് പറയുന്നിടത്ത് നിങ്ങൾ വിശ്വാസികളെ വ്യഭിചരിക്കരുത് എന്നല്ല അള്ളാഹു അറിയിച്ചത്. പിന്നെയോ വലാ തഖറബുസ്സിനാ ഇന്നഹു കാന ഫാഹിശതൻ വസാഅ സബീലാ. വ്യഭിചരിക്കാതിരുന്നാൽ മാത്രം പോരാ. നമ്മൾ മനസ്സിലാക്കും, ഞാൻ വ്യഭിചരിച്ചിട്ടില്ലല്ലോ ജീവിതത്തിൽ ഇതുവരെ, അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. പോരാ, വ്യഭിചരിക്കാതിരുന്നാൽ മാത്രം പോരാ. അള്ളാഹു പറയുന്നത് വലാ തഖറബു സിനാ, സിനയിലേക്ക്, വ്യഭിചാരത്തിലേക്ക് നിങ്ങൾ അടുക്കുക പോലും അരുത്. അതിന്റെ സാഹചര്യങ്ങളിൽ, വഴികളിൽ നിങ്ങൾ ചെന്നെത്തരുത്. വ്യഭിചാരത്തിന്റെ സാഹചര്യങ്ങളിൽ പോലും നിങ്ങൾ കടന്നു ചെല്ലരുത്. അതിന്റെ വഴികളിലേക്ക് പോലും നിങ്ങൾ പ്രവേശിക്കരുത്. എന്തുകൊണ്ട്? ഇന്നഹു കാന ഫാഹിശതൻ വസാഅ സബീലാ. അത് വളരെ നീചമാണ്, വളരെ വൃത്തികെട്ടതാണ്. വസാഅ സബീലാ, അതിന്റെ വഴി വളരെ മ്ലേച്ഛമായതാണ്. അതിന്റെ വഴി തന്നെ വളരെ വൃത്തികെട്ടതാണ്. ഇമാം റാസി ഈ ആയത്ത് വിശദീകരിച്ചു പറയുന്നുണ്ട്. ഖൗലുഹു തആല വലാ തഖറബു, അല്ലാഹു പറഞ്ഞത് വലാ തഖറബു, അതിന്റെ വഴിയിലേക്ക് നിങ്ങൾ പോകരുത്, ആ സംഗതിയോട് നിങ്ങൾ അടുക്കരുത് എന്നാണ്. എന്ന അല്ലാഹുവിന്റെ വാക്ക് ഫഹുവ ആഖദു മിൻ അൻ യഖൂല ലാ തഫ്അൽഹു, നിങ്ങളത് ചെയ്യരുത് എന്ന് പറയുന്നതിലേറെ കനത്ത ഭാഷയാണ് അള്ളാഹു ഉപയോഗിച്ചിരിക്കുന്നത്. എന്തുകൊണ്ട്? അത് മ്ലേച്ഛമാണെന്ന് മാത്രമല്ല, അതിന്റെ പ്രത്യാഘാതങ്ങൾ വളരെ വലുതാണ്. നമസ്കാരം ഉപേക്ഷിച്ചാൽ, അല്ലെങ്കിൽ നമ്മിൽ അർപ്പിതമായ കടമകളായ നിർബന്ധമായ ആരാധനകൾ നാം ഉപേക്ഷിച്ചാൽ അതിന്റെ പ്രത്യാഘാതം ഈ ലോകത്ത് നമുക്കൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ബാങ്ക് വിളിക്കുമ്പോ കട അടക്കാതെ കടയിൽ തന്നെ കച്ചവടം ചെയ്താൽ എന്ത് നഷ്ട? ആ സമയം കൂടെ നന്നായി കച്ചവടം ചെയ്യാമെന്നല്ലാതെ ഭൗതികമായ വീക്ഷണത്തിൽ ഒരു നഷ്ടം വരാനില്ലല്ലോ. പാരത്രിക നഷ്ടമാണ് വരാനിരിക്കുന്നത്. എന്നാൽ വ്യഭിചാരത്തിന്റെ അതിരുവിട്ട ലൈംഗികതയുടെ പ്രത്യാഘാതം ആഖിറത്തിൽ മാത്രമല്ല, അതിന്റെ പ്രത്യാഘാതങ്ങൾ ഇവിടെ വെച്ച് തന്നെ അനുഭവിക്കേണ്ടി വരും മനുഷ്യർ. പല നിലയിലുമുള്ള ബുദ്ധിമുട്ടുകൾ, ശിക്ഷകൾ ഈ ലോകത്ത് നിന്ന് തന്നെ അത്തരത്തിലുള്ള ആളുകൾ ഏറ്റുവാങ്ങേണ്ടി വരും. ഇമാം റാസി തുടർന്ന് ഈ ആയത്ത് വിശദീകരിച്ചു പറയുന്നു. അസ്സിന യശ്തമിലു അലാ അൻവാഇ മിനൽ മഫാസിദി,
വ്യഭിചാരം ഒരുപാട് ദുരന്തങ്ങൾ വിതക്കുന്നു, ഒരുപാട് നാശങ്ങൾ ഉണ്ടാക്കി തീർക്കുന്നു. പ്രധാനപ്പെട്ട നാശം ഇഖ്തിലാത്തുൽ അൻസാബ്, കുടുംബ ബന്ധങ്ങൾ ഛിന്ന ഭിന്നമാകുന്നു, തറവാടിത്തം നഷ്ടപ്പെടുന്നു. അങ്ങനെ വദാലിക യൂജിബു ഇൻഖിതാഅൻ നസ്ലി വഖറാബൽ ആലം, പിതൃപുത്ര ബന്ധങ്ങൾ തകരുന്നു. പിതാവും മകനും ഈ കുഞ്ഞ് ആരുടേതാണെന്നറിയുന്നില്ല. ഈ കുഞ്ഞിന്റെ പിതാവ് ആരാണെന്ന് തിരിച്ചറിയാൻ സാധിക്കാത്ത വിധമുള്ള ദുരന്തം. വഖറാബൽ ആലം, അതുമൂലം ഈ പ്രപഞ്ചത്തിന്റെ ലോകത്തിന്റെ നിലനിൽപ്പ് തന്നെ ഭീഷണിയിലാകും. ശരിയല്ലേ? ജാരസന്തതികൾ വ്യഭിചാരം അനുവദിക്കപ്പെടുകയാണെന്ന് സങ്കല്പിക്കൂ. അങ്ങനെ ജാരസന്തതികൾ പെറ്റുപെരുകിയാൽ തെരുവിൽ രക്ഷിതാക്കളില്ലാത്ത, സംരക്ഷിക്കാൻ ആളില്ലാത്ത, വളർത്താൻ ആളില്ലാത്ത, നിയന്ത്രിക്കാൻ ആളില്ലാത്ത തരത്തിൽ ഇവിടെ ജാരസന്തതികൾ പെറ്റുപെരുകിക്കഴിഞ്ഞാൽ അവർ കുറ്റകൃത്യങ്ങൾ ചെയ്യും. ഇപ്പൊ ഒരാള് കുറ്റം ചെയ്താൽ അവന്റെ കുടുംബം നോക്കുമല്ലോ, ആരെ മോനാന്ന് നോക്കും. ആ കുടുംബത്തിന് തന്നെ ആ കുറ്റം ഒരുപക്ഷെ അപമാനമായി തീരും. അവനെ ആ കുറ്റത്തിൽ നിന്ന് മാറ്റാനും രക്ഷിക്കാനും മോചിപ്പിക്കാനും അവന്റെ കുടുംബം, അവന്റെ രക്ഷിതാക്കൾ രംഗത്ത് വരും. ജാരസന്തതികൾ പെരുകിക്കഴിഞ്ഞാൽ അവരെ സംരക്ഷിക്കാനോ നോക്കാനോ കുറ്റകൃത്യങ്ങൾ തടയാനോ ഇവിടെ ആളില്ലാതെയായി പോകും. അത് പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിന് ഭീഷണിയാകും. മാത്രമല്ല, കുട്ടികളുടെ കാര്യത്തിൽ സംശയമുണ്ടാകും. അല്ലെങ്കിൽ തന്നെ സംശയമാണ്, ആശുപത്രിയിൽ നിന്ന് പ്രസവിച്ച് വന്നാൽ ഇത് മാറിപ്പോയോ, അല്ലെങ്കിൽ ഇവള് എന്നെ വഞ്ചിച്ചോ, ഇവളെന്നെ പറ്റിച്ചു കളഞ്ഞോ. ഈ സംശയം പണ്ട് തന്നെയുണ്ട്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് സുന്ദരനായ വെളുത്ത നിറമുള്ള ഒരു സഹാബി അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ വന്ന് പരാതി പറഞ്ഞു. നല്ല വെളുത്ത ആള്, സുന്ദരനായ സഹാബി. എനിക്കൊരു പരാതി പറയാനുണ്ട് റസൂലെ. പ്രവാചകർ ചോദിച്ചു, കൂട്ടുകാരാ നിന്റെ പരാതി എന്താണ്? ആ സഹാബി പറഞ്ഞു, യാ റസൂലല്ലാഹ്, എന്റെ പരാതി അങ്ങനെ കാണുന്നുണ്ടല്ലോ, ഞാൻ വെളുത്ത ആളാണ്. എന്റെ ഭാര്യ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു. എന്റെ ഭാര്യ പ്രസവിച്ച കുഞ്ഞ് കറുത്ത കുഞ്ഞാണ്. അതുകൊണ്ട് തന്നെ അത് എന്റേതാണോ എന്നെനിക്ക് ബലമായ സംശയമുണ്ട്. അതുകൊണ്ട് ഈ പ്രശ്നത്തിൽ ഞാനും ഭാര്യയും തമ്മിൽ ഭിന്നിപ്പിലും പിണക്കത്തിലുമാണ്. അതുകൊണ്ട് ഇതിനൊരു തീരുമാനം ഇവിടെ നിന്നു തരണമെന്ന് പരാതിപ്പെട്ടപ്പോ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ ലോകം കണ്ട ഏറ്റവും വലിയ നീതിമാൻ അവിടെ വിധിച്ചത്, സഹോദരാ, നിങ്ങൾക്ക് അബദ്ധധാരണ വന്നു. നിങ്ങളുടെ ആ ചിന്ത ശരിയല്ല, നിങ്ങളുടെ ആ കാഴ്ചപ്പാട് തെറ്റാണ്. നിങ്ങളുടെ ഭാര്യ നിങ്ങൾ വഞ്ചിച്ചു എന്നതിനൊരിക്കലും നിങ്ങളുടെ കുഞ്ഞിന്റെ നിറം തെളിവല്ല. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ചു ഒരു ഉദാഹരണത്തിലൂടെ. നിങ്ങൾ ഒട്ടകത്തെ കണ്ടിട്ടില്ലേ? ഒട്ടകം പ്രസവിക്കുന്നു, 1, 2, 3, 4, 5 കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നു. ഈ ഒട്ടകം പ്രസവിച്ച കുഞ്ഞുങ്ങളെല്ലാം വിവിധ വർണ്ണത്തിലാണ്. ആണൊട്ടകത്തിന്റെയോ പെണ്ണൊട്ടകത്തിന്റെയോ നിറത്തിലല്ലാതെ വിവിധ വർണ്ണങ്ങളിൽ ഒട്ടകത്തിന് കുഞ്ഞുണ്ടാകുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇതിനെല്ലാം പ്രപഞ്ചനാഥൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് സാധിക്കും. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ വിചാരിക്കരുത്, നിങ്ങളുടെ ധാരണ പിശകാണ് എന്ന് പറഞ്ഞ് തിരുത്തി കൊടുക്കുക ചെയ്തത്. DNA ടെസ്റ്റും ശാസ്ത്ര സാങ്കേതിക മികവുമില്ലാത്ത കാലത്ത് ഇന്നിപ്പോ വാപ്പാന്റെ കാര്യത്തിൽ സംശയിച്ചാൽ നമുക്ക് മാർഗമുണ്ട് അല്ലേ? അതിന് കേസും കോടതി ഇടപെടും. അവസാനം DNA ടെസ്റ്റ് ഒക്കെ നടത്തിയിട്ട് എന്നിട്ടും അത് പലപ്പോഴും തെറ്റുപറ്റുന്നു എന്ന് ശാസ്ത്രലോകം തന്നെ സമ്മതിക്കുന്നു. അതുകൊണ്ട് DNA ടെസ്റ്റ് ഒന്നും പെട്ടെന്ന് നടത്തൂല. ഗത്യന്തരമില്ലാതിരിക്കുമ്പോ മാത്രം കോടതിയുടെ ഓർഡറൊക്കെ കിട്ടുമ്പോഴേ അങ്ങനെ ഉണ്ടാവുള്ളൂ. അതൊന്നും ഇല്ലാത്ത കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് മക്കളുടെ കാര്യത്തിൽ തർക്കമുണ്ടായിട്ടുണ്ട്. രണ്ടാള്, ഒരാള് പറയാതെ എന്റെ കുട്ടിയാ, മറ്റേയാള് പറയാ എന്റേതാണ്, ഒരു ഉളുപ്പും നാണവും ഇല്ലാതെ. അങ്ങനെ മക്കളുടെ കാര്യത്തിൽ അവകാശവാദം ഉന്നയിച്ചു വന്നപ്പോ പ്രവാചക തിരുമേനിയുടെ പ്രഖ്യാപനം എന്തായിരുന്നു എന്നറിയോ? ഇമാം ബുഖാരി സഹീഹിൽ ഉദ്ധരിച്ചിട്ടുണ്ട് അതിനുള്ള തീരുമാനം. അൽ വലദു ലിൽ ഫിറാശ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അൽ വലദു ലിൽ ഫിറാശ്. കുട്ടിയുടെ കാര്യത്തിൽ, കുഞ്ഞിന്റെ കാര്യത്തിൽ തർക്കം വന്നാൽ അൽ വലദു ലിൽ ഫിറാശ്, കുട്ടി വിരിപ്പിനുള്ളതാണ്. കുട്ടി
വല്ലാത്ത ഒരു സാഹിത്യപരമായ ഒരു പ്രയോഗമാണ് നബി തങ്ങൾ പ്രയോഗിച്ചത്. അൽ വലദുലിൽ ഫിറാഷ്, കുഞ്ഞ് വിരിപ്പിനാണ്. ഒരു പെണ്ണിന്റെ വിരിപ്പേതാ? ഒരു പെണ്ണിന്റെ വിരിപ്പ് ആ പെണ്ണിന്റെ ഭർത്താവാണ്. അടിമയാണെങ്കിൽ ആ പെണ്ണിന്റെ വിരിപ്പ് യജമാനനാണ്. അതുകൊണ്ട് തന്നെ ഏതൊരു ഭർത്താവിന്റെ കീഴിലാണോ പെണ്ണുള്ളത് എങ്കിൽ ആ ഭർത്താവിന്റെ കുഞ്ഞാണ്. ഏതൊരു സയ്യിദ് യജമാനന്റെ കീഴിലാണോ അടിമപ്പെണ്ണുള്ളത് എങ്കിൽ ആ യജമാനനാണ് പെണ്ണിന്റെ വിരിപ്പ്. അത് രൂപം നോക്കിയോ രൂപസാദൃശ്യം നോക്കിയോ ആർക്കും അവകാശപ്പെടാൻ പറ്റൂല. അതങ്ങനെയാണ് അതിന്റെ നിയമം. കാരണം അതവൻ നോക്കണല്ലോ, വിരിപ്പ് നോക്കണല്ലോ. പെണ്ണിന്റെ ആരാണോ പെണ്ണിന്റെ അധികാരി, പെണ്ണിന്റെ സംരക്ഷണം ഏറ്റെടുത്തിരിക്കുന്ന പുരുഷൻ ആരോ അവന്റെ ബാധ്യതയും അവൻ അവകാശപ്പെട്ടതുമാണ് കുഞ്ഞ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രഖ്യാപിക്കുകയുണ്ടായി. ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഇഖ്തിലാത്തുൽ അൻസാബ്, നസബകൾ, തറവാടുകളെല്ലാം തകർന്നു പോകുകയും ജാരസന്തതികൾ ഇവിടെ പെരുകുകയും ചെയ്യും. മാത്രമല്ല, വ്യഭിചാരം അനുവദിക്കപ്പെട്ടാൽ, ഒരു ജാരസന്തതി ജനിച്ചാൽ, തറവാടില്ലാത്ത ഒരു കുഞ്ഞിവിടെയുണ്ടായാൽ, അനുവദിക്കപ്പെട്ട വിവാഹ ബന്ധത്തിലൂടെയല്ലാതെ ഒരു കുഞ്ഞ് ജനിച്ചാൽ അവൻ പിഴച്ചു. അവൻ പിഴച്ചു എന്ന് മാത്രല്ല, അവൻ കല്യാണം കഴിച്ച് ഹലാലായ രീതിയിൽ തന്നെ വിവാഹം ചെയ്ത് നിക്കാഹ് ചെയ്ത് കുഞ്ഞുങ്ങളുണ്ടായി. ആ കുഞ്ഞുങ്ങളും ആ കുഞ്ഞുങ്ങളുടെ കുഞ്ഞുങ്ങളും ആ പരമ്പര തന്നെ പിഴച്ചു. എന്തുകൊണ്ട്? പിതാവിന് പിഴവ് പറ്റി, പിതാവ് പിഴച്ചാളാണ്. ആ പരമ്പര തന്നെ അങ്ങ് പിഴച്ചു പോകുന്നു. ഒരു പരമ്പരയുടെ പരിശുദ്ധി നഷ്ടപ്പെടാൻ ഇത് കാരണമാകുന്നു. മൗലിദിൽ നമ്മൾ ഓതാറുണ്ടല്ലോ, ഹത്താ അഖ്റജനി അല്ലാഹു മിൻ ബൈനി അബവയ്യ വലം യൽതഖിയാ അലാ സിഫാഹിൻ ഖത്ത്. അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസാണ് ആ മൗലിദിൽ ഉദ്ധരിച്ചിട്ടുള്ളത്. നബി തങ്ങൾ പറയുന്നു, എന്നെ അല്ലാഹു എന്റെ മാതാപിതാക്കളിലൂടെ പുറപ്പെടുവിച്ചു, എന്നെ ഈ ഭൂലോകത്തേക്ക് കൊണ്ടുവന്നു. വലം യൽതഖിയാ അലാ സിഫാഹിൻ ഖത്ത്, ഒരിക്കലും എന്റെ പിതാക്കന്മാരോ മാതാക്കന്മാരോ വ്യഭിചരിച്ചിട്ടില്ല. എന്റെ പിതാക്കളുടെ പരമ്പരയിൽ അവിഹിത വീഴ്ച നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്റെ പരമ്പര പരിശുദ്ധമാണ്, പിഴവ് പറ്റിയിട്ടില്ല. അള്ളാഹു എന്റെ പിതാക്കന്മാരുടെ പരമ്പരയെ പരിശുദ്ധമാക്കി എന്ന ഹദീസാണ് ആ മൗലിദിൽ ഉദ്ധരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇതിന്റെ പ്രത്യാഘാതം, ഇതിന്റെ നാശം ചെറുതല്ല. ഒരു പരമ്പരയെ തന്നെ, ഒരു തലമുറയെ തന്നെ പിഴപ്പിക്കുന്ന പതിവ്, ആ ഒരു അവസ്ഥയിലാണ് ഇത് ചെന്നെത്തുന്നത്. മാത്രമല്ല, വ്യഭിചാരം അനുവദിക്കപ്പെട്ടാൽ തീർച്ചയായും ലോകത്ത് കൊലപാതകങ്ങൾ അധികരിക്കും. ഒരു പെണ്ണ് ഒരാൾക്ക് വഴങ്ങുന്നു, മറ്റൊരാൾക്ക് വഴങ്ങാതിരിക്കുമ്പോ അവിടെ സംഘട്ടന ഉണ്ടാകും, അക്രമമുണ്ടാകും. ലോകത്തെ ഒന്നാമത്തെ കൊലപാതകം ഒരു പെണ്ണിന്റെ വിഷയത്തിലാണല്ലോ. ആദം സന്തതികൾ ഖാബീൽ ഹാബീലിനെ വധിച്ചതിന്റെ അടിസ്ഥാന കാരണം പെൺകാര്യമാണല്ലോ, സ്ത്രീ വിഷയമാണല്ലോ. ഇത് അള്ളാഹു നമുക്ക് പറഞ്ഞു തന്ന സംഭവമാണ്. അതുകൊണ്ട് തന്നെ വ്യഭിചാരത്തിന് ലൈസൻസ് ഉള്ള രാജ്യങ്ങളിൽ ഫ്രീ സെക്സ് നിയമമുള്ള രാജ്യങ്ങളിലൊക്കെ തന്നെ പെണ്ണിന് വേണ്ടി കൊലപാതകങ്ങൾ നടക്കുന്നുണ്ട്. ലോകം കണ്ട വലിയ സാഹിത്യകാരനാണ് ഷേക്സ്പിയർ. അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഒരു നാടകമാണ് ആന്റണി ആൻഡ് ക്ലിയോപാട്ര. ഇവിടെ ബിരുദത്തിന്, ഇംഗ്ലീഷ് BA ബിരുദത്തിനൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ആ നാടകം പഠിക്കാറുണ്ട്, ഇംഗ്ലീഷ് ഭാഷ പഠിക്കാൻ വേണ്ടി. എന്താണ് ആന്റണി ആൻഡ് ക്ലിയോപാട്ര എന്ന നാടകത്തിന്റെ ഇതിവൃത്തം? സീസർ ചക്രവർത്തിയും സീസർ ചക്രവർത്തിയുടെ കാമുകിയായ ക്ലിയോപാട്രയും തമ്മിലുള്ള ബന്ധമാണ് ആ നാടകത്തിലെ ഇതിവൃത്തം. സീസർ ഭരണകൂടം ചരിത്രത്തിൽ വളരെ വ്യക്തമാണ്. സീസർ ഭരണകൂടം ലോകത്ത് നിലനിന്നത് അധികാരത്തിന് വേണ്ടിയായിരുന്നില്ല. പിന്നെയോ നൈലിന്റെ പുത്രി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ക്ലിയോപാട്ര എന്നു പേരുള്ള അതീവ സുന്ദരിക്ക് വേണ്ടിയാണ് സീസർ ഭരണകൂടം നിലനിന്നത്. ജൂലിയസ് സീസറും കാമുകിയായ ക്ലിയോപാട്രയും തമ്മിൽ സുഖമായി കമിതാക്കളായി ജീവിച്ചപ്പോ അവരുടെ ജീവിതത്തിൽ അസൂയ പൂണ്ട് ആഗ്രഹം ജനിച്ച് ബ്രൂട്ടസ് വരുന്നു. ബ്രൂട്ടസ് സീസറെ വധിക്കുന്നു. എന്തിനു വേണ്ടി? അധികാര കസേരയ്ക്ക് വേണ്ടിയല്ല, സുന്ദരിയായ പെണ്ണിനു വേണ്ടി. അങ്ങനെ സീസറെ വധിച്ച് ബ്രൂട്ടസ് ആ പെണ്ണിനെ, സുന്ദരിയെ സ്വന്തമാക്കിയപ്പോ അധിക നാൾ സുന്ദരിയോടൊത്ത് ജീവിക്കാൻ ബ്രൂട്ടസിന് സാധിച്ചില്ല. മാർക്ക് ആന്റണി എന്ന് പറയുന്ന ആള് വന്ന് ബ്രൂട്ടസിനെ വധിക്കുന്നു.
അങ്ങനെ കൊലപാതകത്തിന്റെ പരമ്പരയാണ് ഷേക്സ്പിയർ ആ നാടകത്തിൽ വിവരിക്കുന്നത്. ഒരു പെണ്ണിന്റെ ലൈംഗികത, അവളുടെ സൗന്ദര്യം, അതിന് പരിധിയും പരിമിതിയും ഇല്ലാതെയായി പോയാൽ ലോകത്ത് കൊലപാതകങ്ങൾ അരങ്ങേറുമെന്ന പാഠമാണ് ആ സാഹിത്യകാരൻ ലോകത്തിന് നൽകുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇതിന്റെ പ്രത്യാഘാതങ്ങൾ വളരെ വലുത്. ഇമാം റാസി തുടർന്ന് പറയുന്നു, അന്നൽ മർഅത ഇദാ ബാശറതി സിന, ഒരു പെണ്ണ് വ്യഭിചാരവുമായി ബന്ധപ്പെട്ടാൽ മാന്യന്മാരൊക്കെ അവളെ വെറുക്കും. അവളെ വെറുക്കും. നമ്മുടെ നാട്ടിലെ പച്ചത്തെറിക്ക് ആ വകുപ്പ് പെണ്ണുങ്ങളുടെ പേരാണ് ഉപയോഗിക്കൽ, അല്ലെ? തെറി നന്നായി മൂത്താല് നല്ല ഡോസ് കൂട്ടിയ തെറിയാകണമെങ്കിൽ ഇത്തരത്തിലുള്ള പെണ്ണിന് മൊത്തത്തിലൊരു പേരുണ്ട്, ആ പേരാ ഉപയോഗിക്കൽ, അല്ലെ? മാന്യന്മാരെല്ലാം അത്തരം പെണ്ണുങ്ങളെ വെറുക്കും. മാത്രമല്ല, വഹീന ഇതില്ലാ തഹസുലുൽ ഇൽഫത്തു വൽ മഹബ്ബത്തു, അത്തരത്തിലുള്ള സ്ത്രീകളോട് സ്നേഹമോ താല്പര്യമോ മാന്യന്മാർക്കുണ്ടാവുകയില്ല തന്നെ. 4 മക്കളെ തള്ളയാണ്, എന്റെ കുഞ്ഞുങ്ങളെ 4 കുഞ്ഞുങ്ങളെ നൊന്ത് പെറ്റ എന്റെ ഭാര്യയാണ്. പക്ഷേ ഒരു സുപ്രഭാതത്തിൽ എന്റെ ബെഡിൽ ഒരു അപരിചിതനെ സ്വീകരിച്ചാൽ, എന്റെ ഭാര്യ സ്വീകരിച്ചാൽ, 4 മക്കളെ നൊന്തുപെറ്റ് പ്രസവിച്ച് വളർത്തി വലുതാക്കിയ ഭാര്യ, അവൾ എനിക്ക് പ്രിയപ്പെട്ടവളാണ്, അവളുടെ വേദന എനിക്ക് വേദനയാണ്, അവളുടെ സന്തോഷം എനിക്ക് സന്തോഷമാണെന്ന് പ്രഖ്യാപിച്ച് ആ പ്രഖ്യാപനത്തിൽ നിലകൊള്ളുന്ന ഭർത്താവ് ഒരു സുപ്രഭാതത്തിൽ തന്റെ ബെഡിൽ ഒരു അന്യ പുരുഷനെ കണ്ടാൽ ആ സമയത്ത് ഒഴിവാക്കൂലേ? വഹീന ഇതില്ലാ തഹസുലുൽ ഇൽഫത്തു വൽ മഹബ്ബ, ആ പെണ്ണിനോടുള്ള താല്പര്യം മാന്യന്മാരായ ആളുകൾക്ക് മരിച്ചു പോകുമെന്ന് ഇമാം റാസി റഹിമഹുല്ല വിവരിക്കുന്നു. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, മനുഷ്യരുടെ ലൈംഗികത എന്ന് പറയുന്നത് ഗോപ്യമാക്കി വെക്കേണ്ട സംഗതിയാണ്. ഇന്നിപ്പോ അതിനൊന്നും ഒളിമറിയില്ല എന്ന് പറഞ്ഞാൽ മാന്യന്മാർ തന്നെ, വിദ്യാഭ്യാസമുള്ള ചെറുപ്പക്കാർ തന്നെ തന്റെ ഭാര്യയായി കഴിഞ്ഞാൽ, തന്റെ ഭാര്യ ആകണ്ട, വളയിട്ട് നിശ്ചയം കഴിഞ്ഞാൽ മതി. എന്നാ പിന്നെ അവർ തമ്മിലുള്ള ബന്ധത്തിന്, ഞാൻ പറയുന്നത് ഒരു ലൈംഗിക ബന്ധത്തിന്റെ കാര്യമല്ല, അവർ തമ്മിലുള്ള ആ സ്നേഹവായ്പോടുകൂടെയുള്ള പെരുമാറ്റമൊക്കെ ഗോപ്യമാക്കി മറച്ചു വെക്കണമെന്നതാണ് ഇസ്ലാമിലെ മര്യാദ. ഇന്നത് ലോകത്തിന് നഷ്ടപ്പെട്ടു പോയി. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ, ഞങ്ങളെ നാട്ടിൽ ഇവിടുത്തെ പണ്ടത്തെ അവസ്ഥ എനിക്ക് അറിയില്ല, കല്യാണമൊക്കെ കഴിഞ്ഞാല് ഭാര്യയും ഭർത്താവും ഒപ്പം നടക്കുന്നത് പോലും നാണ്. ഭർത്താവ് ഒരു വഴിക്ക് പോവുകയാണെങ്കിൽ ഭർത്താവ് മുന്നിൽ നടന്നാല് ഒരു 8-10 മീറ്റർ പിറകിലെ ഈ സാധനം വരുള്ളൂ, വളരെ നാണിച്ച്. ഇന്ന് ഒപ്പല്ല, ഇക്കാന്റെ മുന്നിലാ ഒരു സ്റ്റെപ്പ് പെണ്ണിൻ്റെത് മുന്നിലാണ്. മാത്രല്ല തോളത്ത് കൈയിടുന്നതിനൊന്നാണല്ല, ഇക്കാന്ന് അന്നൊന്നും പേരെന്നെ വിളിക്കൂല. ഇപ്പൊ എന്റെ വീട്ടിലൊക്കെ എനിക്കറിയാം, എന്റെ ഉപ്പ ഒരിക്കലും ഉമ്മായ പേര് വിളിച്ച് ഞാൻ കേട്ടിട്ടില്ല. ഇപ്പം 33 വയസ്സായി എനിക്ക്. അത് തെറ്റാണോ? തെറ്റൊന്നുമല്ല. എന്റെ ഉപ്പയും ഒരു പള്ളിയിൽ ഉസ്താദായി 40 വർഷത്തോളം ഒരു മഹല്ലിൽ തന്നെ ജോലി ചെയ്തൊരു പണ്ഡിതനാണ്. ഒരിക്കലും മറിയം എന്നാണ് പേര്, മറിയമ്മ എന്നുള്ളൊരു വിളി ഒരിക്കലും ഞാൻ എന്റെ ചെവി കൊണ്ട് കേട്ടിട്ടില്ല. ദേഷ്യം പിടിച്ചപ്പോഴും അല്ലാത്ത കേട്ടിട്ടില്ല. ഞങ്ങളുടെ നാട്ടിൽ അതിനൊരു പ്രത്യേക ഭാഷ ഉണ്ട്, ഭാര്യയെ വിളിക്കുന്ന ഒരു സൂചന. അതുപോലെ തന്നെ തിരിച്ചും പേര് വിളിക്കാൻ ഒരു നാണം. ഇന്നാ നാണമെല്ലാം പോയി എന്ന് മാത്രമല്ല, ഞാൻ എന്റെ കണ്ണുകൊണ്ട് യാദൃച്ഛികമായി പെരുമ്പാവൂരിൽ വെച്ച കണ്ടൊരു സംഭവം നിങ്ങളുമായി പങ്കുവെക്കാണ്. ഒരു വീട്ടിലൊരു ഫംഗ്ഷൻ നടക്കുകയാണ്. നാട്ടുകാരും വീട്ടുകാരും കുടുംബക്കാരും പരിചയക്കാരൊക്കെ ആ വീട്ടിൽ വന്നിട്ടുണ്ട്. ആ സമയം അറിയാതെ ഞാൻ സിറ്റ് ഔട്ടിലേക്കൊന്ന് നോക്കിയപ്പോ ആ വീട്ടിലെ പയ്യനും അവന്റെ ഭാര്യയാണ് തോന്നുന്നു. നമ്മൾ അങ്ങനെയല്ല മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അവരവിടെ നിന്ന് ഓപ്പണായി പരസ്യമായി ശൃംഗരിക്കുന്നു, തമാശ പറയുന്നു, ശരീരം തമ്മിൽ സ്പർശിക്കുന്നു. മുസ്ലിമീങ്ങൾ ഇവിടെ ഒരു നാണമില്ലല്ലോ. കഴുതകളെ പോലെ, നാൽക്കാലികളെ പോലെയുള്ള അധപതനം ഇതൊക്കെ ലോകത്തുണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുന്നറിയിപ്പ് തന്നിട്ടുണ്ട്. നാണം വേണം. എന്താ ഹലാലല്ലേ? ഹലാലാണെങ്കിലും ഇസ്ലാം പറഞ്ഞു അതിനൊരു മര്യാദയുണ്ട്. മനുഷ്യ, നീ നാൽക്കാലിയെ പോലെയല്ല, നീ അള്ളാഹുവിന്റെ ഭൂമിയിലെ പടച്ച തമ്പുരാന്റെ പ്രതിനിധിയാണ്. നിനക്ക് നാണം വേണം, നിനക്ക് ലജ്ജ വേണം. എന്നാൽ വ്യഭിചാരം വ്യാപകമായാൽ ഈ ലൈംഗിക വിഷയത്തിലെ സ്വകാര്യത നഷ്ടപ്പെടും. ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം അവരും റബ്ബുമല്ലാതെ ആരെങ്കിലും അറിയൂല. അങ്ങനെ സ്വകാര്യമായി ആ ബന്ധം നടക്കുമ്പോൾ അത് സ്വതക്കയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അത് സ്വതക്കയാണ്.
അവരും അല്ലാഹുവും മാത്രമേ അതറിയുന്നുള്ളൂ. എന്നാൽ വ്യഭിചാരം നാട്ടിൽ വ്യാപിച്ചാലോ സ്വാഭാവികമായും ആ വാർത്ത പുറത്ത് വരാൻ തുടങ്ങും. ഇജ്മാലൻ മൊത്തത്തിൽ വാർത്ത വരുന്നതിന്റെ പിറകിൽ എവിടെ, എങ്ങനെ, ഏത് സമയത്ത്, ഏത് രൂപത്തിൽ എന്ന വാർത്തയൊക്കെ പുറത്തു വരും. അങ്ങനെ അതിന്റെ സ്വകാര്യ അവസ്ഥ നഷ്ടപ്പെട്ടാൽ വഹീനഇദിൻ ലാ യബ്ഖാ ബൈന നൗഇൽ ഇൻസാനി വബൈന സായിരിൽ ബഹീമത്തി ഫർഖുൻ. അങ്ങനെ സംഭവിച്ചാൽ, ഇന്നൊക്കെ നമ്മുടെ നാട്ടിലുള്ള ഈ രീതി ഇവിടെ നിലനിന്നാൽ, അപ്പോൾ മനുഷ്യവർഗവും മൃഗവർഗവും തമ്മിൽ വ്യത്യാസമില്ലാതെയാകും. മനുഷ്യരും മൃഗവും തമ്മിൽ വ്യത്യാസം വേണം. എന്തുകൊണ്ട്? വയജ്അലുകും ഖുലഫാഅൽ അർള്. അല്ലാഹ് പറഞ്ഞു, നിങ്ങൾ ഭൂമിയിലെ എന്റെ പ്രതിനിധികളാണ്. അതുകൊണ്ട് നാൽക്കാലികളുടെ സ്വഭാവം നിങ്ങൾക്ക് പാടില്ല. നിങ്ങൾ ഉത്തമ വർഗമാണ്. നിങ്ങൾക്ക് ലജ്ജ വേണം. ലജ്ജ ഈമാനിന്റെ ഭാഗമാണ്. നിങ്ങൾക്ക് മാന്യത വേണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു. എത്രത്തോളം എന്ന് വെച്ചാൽ, സ്വന്തം ഭാര്യയുമായിട്ടുള്ള അനുവദിക്കപ്പെട്ട ബന്ധം പോലും പുറത്ത് പറയരുത് എന്ന് പരിശുദ്ധ ദീനുൽ ഇസ്ലാം കണിശമായി നമ്മെ ഉണർത്തുന്നു. എന്ത്? തനിക്കനുവദിക്കപ്പെട്ട തന്റെ ഭാര്യയുമായിട്ടുള്ള ബന്ധം യാതൊരു കാരണവശാലും വെളിയിൽ അറിയരുത്, പുറത്ത് പറയരുത്. അത് രഹസ്യമാക്കി വെക്കണം. ഒരാൾ തന്റെ ഭാര്യയുമായിട്ടുള്ള ബന്ധം പരസ്യപ്പെടുത്തിയാൽ അവനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് എന്താണെന്നറിയോ? അന്ത്യദിനത്തിൽ അല്ലാഹുവിങ്കൽ ഏറ്റവും വെറുക്കപ്പെട്ടവൻ അവനായിരിക്കുമെന്നാണ്. എന്ത്? ഇന്ന മിൻ അശർരിന്നാസി ഇൻദല്ലാഹി മൻസിലതൻ യൗമൽ ഖിയാമ. ഇമാം മുസ്ലിം സ്വഹീഹിൽ ഉദ്ധരിച്ച ഹദീസാണ്. ഇന്ന മിൻ അശർരിന്നാസ് ഇൻദല്ലാഹി മൻസിലതൻ യൗമൽ ഖിയാമ. അന്ത്യദിനത്തിൽ അള്ളാഹുവിന്റെ സന്നിധിയിൽ അള്ളാഹു ഏറ്റവും വെറുക്കുന്ന മനുഷ്യരാരാന്നറിയോ? കളവ് നടത്തിയവരല്ല, അടിപിടി നടത്തിയവരല്ല, കൊല ചെയ്തവരല്ല. അള്ളാഹ്ക്ക് വെറുപ്പ്. അള്ളാഹ് കണ്ടാൽ തന്നെ വല്ലാത്ത വെറുപ്പായിരിക്കും അവരോട്. ഇന്ന മിൻ അശർരിന്നാസ് ഇൻദല്ലാഹി മൻസിലതൻ യൗമൽ ഖിയാമ. അള്ളാഹുവിന്റെ സന്നിധിയിൽ ഈ ലോകത്ത് വന്ന ജനങ്ങൾ മുഴുവനും, കോടാനുകോടി ജനങ്ങൾ അള്ളാഹുവിന്റെ മഹ്ശറയിൽ സംഗമിക്കുമ്പോ അവരിലെ ഒരു ഗ്രൂപ്പിനോട് അള്ളാഹുവിന് വല്ലാത്ത വെറുപ്പായിരിക്കും, അറപ്പായിരിക്കും. അവരാരാന്നറിയോ? അർറജുല യഫ്ളി ഇലംറഅത്തിൻ. ഏത് വർഗാവര്? ഒരു വിഭാഗം ആളുകൾ. ആ വിഭാഗം ആളുകൾ അവരുടെ ഭാര്യമാരെ സമീപിച്ചു. വതുഫ്ളി ഇലൈഹി. ഭാര്യമാരിലേക്ക് ചെന്നുകൊണ്ട് അവരുമായി ബന്ധത്തിലേർപ്പെട്ടു. വതുഫ്ളി ഇലൈഹി. ഭാര്യ ഇവനുമായിട്ടും ബന്ധപ്പെട്ടു. അവർ തമ്മിൽ നടന്നു ലൈംഗിക ബന്ധം. എന്നിട്ട് സുമ്മ യൻശുറു സിർറഹാ. അവളുമായിട്ട് ശയിച്ച ആ രംഗങ്ങൾ, അവളുമായിട്ടുണ്ടായ അനുഭവങ്ങൾ വെളിയിൽ വന്ന് കൂട്ടുകാരോടും തനിക്ക് ഇഷ്ടപ്പെട്ട ആളുകളോടും ചങ്ങാതിമാരോടും പറയുന്ന ആളുകളുണ്ടല്ലോ, അവർ അന്ത്യദിനത്തിലെ ഏറ്റവും അള്ളാഹു വെറുത്ത ആളുകളായിരിക്കുമെന്ന് ഖാല റസൂലുള്ളാഹി. ഗൗരവം മനസ്സിലാക്കണം. നിങ്ങൾ തമാശ പറയാന്ന് വിചാരിച്ചോ? ഇന്ന് കല്യാണം കഴിഞ്ഞാല് അന്ന് എന്നെ കാത്തു നിൽക്കുക, പുതിയ പെണ്ണെട്ടിയ പയ്യന്റെ കോള് കാത്തുക്ക, അല്ലെങ്കിൽ അവൻ പുറത്തിറങ്ങുന്നത് കാത്തുക്ക ചെറുപ്പക്കാര്. എന്നിട്ട് പല കഥ അവർക്ക് കേൾക്കാണ്ട്. ഇവരും പഠിക്കേണ്ടതല്ലേ? ഇപ്പൊ ലൈംഗിക വിദ്യാഭ്യാസമൊക്കെ സ്കൂളിലൊക്കെ, നമ്മളെ വിദ്യാലയങ്ങളിലൊക്കെ ലൈംഗിക വിദ്യാഭ്യാസം വേണം വേണ്ട എന്നുള്ള ചർച്ചകളും അങ്ങനെയുള്ള വിഷയങ്ങൾ ആണും പെണ്ണും ഒക്കെ ഇടകലർന്നിരിക്കണം. ആദ്യം ലൈംഗിക വിദ്യാഭ്യാസം കൊടുക്കുക. അപ്പൊ തിയറിയാവും. പിന്നെ ആൺകുട്ടികളെയും പെൺകുട്ടികളും ഒന്നായിട്ടാണ് ഇരുത്തിയാലോ പ്രാക്ടിക്കലാക്കാനും എളുപ്പമാണ്. വല്ല അങ്ങനെയുള്ള വിദ്യാഭ്യാസ സംവിധാനം അങ്ങനെയുള്ള വേണ്ടത് അല്ലേ? അപ്പോ എന്നിട്ട് ഇത് പരസ്യപ്പെടുത്തുന്ന ആളുകൾ, ഇത് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ അന്ത്യദിനത്തിലെ നീചരും നികൃഷ്ടരുമായിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കണം. ഇതൊക്കെ നമ്മളെ നാട്ടിൽ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു. ലോകം അവസാനിക്കാനായിട്ടുണ്ട് എന്നതിന്റെ വ്യക്തമായ തെളിവ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തഖൂമുസ് സാഅ
അന്ത്യദിനം സംഭവിക്കുകയില്ല. ഹത്താ യതഫാസദന്നാസ് തഫാസുദൽ ഹുമുരി ഫിത്തുറുഖി വൽ അസ്വാഖ്. അന്ത്യദിനം സംഭവിക്കുകയില്ല, ലോകം അവസാനിക്കുകയില്ല. ഏതുവരെ? ഹത്താ യതഫാസദന്നാസു തഫാസുദൽ ഹുമുരി ഫിത്തുറുഖി വൽ അസ്വാഖ്. അങ്ങാടികളിലും പട്ടണങ്ങളിലും കഴുതയുടെ പുറത്തേറുന്നത് പോലെ മനുഷ്യർ പുറത്തേറുന്ന കാലം വരാതെ അന്ത്യദിനം സംഭവിക്കുകയില്ല. അങ്ങനെ ഒരു കാലം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ കാത്തുകൊള്ളുക, ലോകത്തിന്റെ പതനം, ലോകത്തിന്റെ അവസാനം നിങ്ങൾ പ്രതീക്ഷിച്ചു കൊള്ളുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഇന്ന് ബീച്ചിലും കായലിന്റെ കരയിലും അതുപോലത്തെ സ്ഥലങ്ങളിലൊക്കെ പാശ്ചാത്യ ആളുകൾ ഇങ്ങോട്ട് ടൂറിസ്റ്റുകളായി കടന്നു വന്ന് നമുക്ക് കാണിച്ചത് നമ്മൾ അങ്ങനെ തന്നെ ഒപ്പിയെടുത്തു. ഇത് നമ്മുടെ വീട്ടിലേക്കും പകർന്നു വന്നു. അങ്ങനെ പകർന്നു വരും എന്ന് മനസ്സിലാക്കുമ്പോ, അറിയുമ്പോ സത്യവിശ്വാസികൾ അറിയേണ്ടത് ഇതൊക്കെ ആഖിർ സമാനിന്റെ കൾച്ചറാണ്. അവസാന കാലത്തെ ചണ്ടികളായ ആളുകളുടെ, ഈമാനില്ലാത്ത മനുഷ്യരുടെ പേക്കൂത്തുകളാണ്, വൃത്തികേടുകളാണ്. അതുകൊണ്ട് ഞാനെങ്കിലും പരിശുദ്ധനായി ജീവിക്കണമെന്ന സൽബുദ്ധി മുഅ്മിനിനുണ്ടാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹത്താ ഇന്നർ റജുല ലയഗ്ശിൽ മർഅ. എത്രത്തോളം ഒരാൾ അവന്റെ കാമുകിയുമായി ശയിക്കും, അല്ലെങ്കിൽ അവന്റെ ഭാര്യയുമായി ശയിക്കും. എവിടെ? സ്വകാര്യമായ അവന്റെ ബെഡ്റൂമിലല്ല. അലാ ഖാരിഅത്തി ത്വരീഖ്, വഴിവക്കിൽ, വഴിമധ്യത്തിൽ ജനങ്ങൾ നടന്നു പോകുന്ന സ്ഥലങ്ങളിൽ വെച്ച് അവർ ശയിക്കുമ്പോ, ഫയഖൂലു അംസലുഹും ഫീ ദാലിക സമാൻ, ആ കാലത്ത് ജീവിക്കുന്ന ഈമാനുള്ള മാന്യൻ പറയും. അക്കാലത്ത് ജീവിക്കുന്ന മാന്യൻ ഇത് കാണുമ്പോ, വഴിയിൽ ഇത് കാണുമ്പോ, പട്ടണത്തിൽ ഇത് കാണുമ്പോ, മനുഷ്യർ നടന്നു പോകുമ്പോ വഴികളിൽ ഇത് കാണുമ്പോ മാന്യൻ പറയും. മാന്യതയില്ലാത്തവനോ ഒളിക്കണ്ണുകൊണ്ട് നോക്കിക്കാണും, ചാൻസ് കിട്ടിയ മൊബൈൽ കൊണ്ട് പകർത്തും ചെയ്യും. അല്ലേ? ഇന്നിപ്പോ അതാണല്ലോ, ബാത്റൂമിൽ മൂത്രമൊഴിക്കാൻ പോകാൻ പെണ്ണുങ്ങൾക്ക് ധൈര്യമില്ല. കഴിഞ്ഞ ആഴ്ച പോയപ്പോ, ഞാൻ നാട്ടിൽ പോയപ്പോ എന്റെ ഭാര്യ പറയാണ്, പേടിയാണ്, കക്കൂസ് പോകാൻ പോലും പേടിയാണ്. ശരിയല്ലേ? ആ ഒരു അവസ്ഥ ലോകത്തുണ്ടായി. സുബ്ഹാനല്ലാഹ്. ഇതൊക്കെ ജൂതായിസത്തിന്റെ കണ്ടുപിടുത്തമാണ്. മൊബൈൽ ക്യാമറ കണ്ടുപിടിച്ചത് ആരാ? ഇസ്രായേലികൾ, ജൂതന്മാർ. മുസ്ലിമീങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി, ഈ ലോകം മുഴുവൻ നശിക്കാൻ വേണ്ടി ജൂതായിസം കണ്ടെത്തിയ സാധനമാണിത്. അത് നല്ല നിലക്ക് ഉപയോഗിക്കുന്നവരുണ്ട്, ഉപയോഗിച്ചോ, കുഴപ്പമില്ല. പക്ഷേ ഇതൊക്കെ ദുരുപയോഗം ചെയ്യപ്പെടുന്നു ഇന്ന് എന്നതാണ് സത്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന്നത്തെ മാന്യൻ ഇത് കാണുമ്പോ, സഹിക്കാൻ പറ്റാത്ത മാന്യൻ, അവൻ പറഞ്ഞു പോകും, ഈ വഴിയൊന്നും അങ്ങോട്ട് മാറിക്കൂടെ? നിങ്ങൾ നടത്തിക്കോ, അതിന് നമുക്ക് കുഴപ്പമില്ല, കാരണം തടഞ്ഞാൽ നിൽക്കൂല. നിങ്ങൾ ഈ വഴിയിൽ നിന്നൊന്ന് മാറി നിന്നുകൂടെ എന്ന് അന്നത്തെ ഈമാനുള്ള മനുഷ്യൻ പറയും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുന്നറിയിപ്പ് തരികയാണ്. അതുകൊണ്ട് ഇതിലൊക്കെ കുറച്ച് സദാചാര മര്യാദകൾ നമ്മൾ പാലിക്കണം. ഇതെന്താ? നമ്മൾ ഈ മര്യാദകൾ, ഈ മറയും ഒളിയും സ്വകാര്യതയൊക്കെ നഷ്ടപ്പെട്ടാൽ എന്താ അതിന്റെ കുഴപ്പമെന്നറിയോ? ഹലാലായതാണെങ്കിലും പരിശുദ്ധ ദീനുൽ ഇസ്ലാം നിനക്ക് അനുവദിച്ച നിന്റെ ഭാര്യയാണെങ്കിലും അതിൽ പാലിക്കേണ്ട മര്യാദ പാലിച്ചില്ലെങ്കിൽ ദുരന്തം അടികൊള്ളുന്നത് നിന്റെ വീട്ടിൽ നിന്ന് തന്നെ ആയിരിക്കും അടികൊള്ളുക. നിന്റെ വീട്ടിൽ പ്രായമായ മക്കളുണ്ടാകും, അല്ലെങ്കിൽ മൂത്ത ഇക്കയും അവന്റെ ഭാര്യയും ചെയ്യുന്നത് കാണുമ്പോ അവിവാഹിതനായ ഇളയ അനിയൻ ഇത് കാണും. ഇതൊക്കെ മനുഷ്യന്റെ ചിന്ത തെറ്റിച്ച് കളയും. അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യഭിചരിക്കരുത് മുഅ്മിനീങ്ങളെ, മുസ്ലിമീങ്ങളെ നിങ്ങൾ വ്യഭിചരിക്കരുത് എന്ന് പറയാതെ അതിന്റെ വഴികൾ നിങ്ങൾ സൂക്ഷിക്കണമെന്ന് പറഞ്ഞ വഴിയിൽ ഇതൊക്കെ പെടും. ഏത് വിടും? നമ്മുടെ സ്വകാര്യമായ ലൈംഗികത നമ്മൾ പരസ്യപ്പെടുത്തിയാൽ നമ്മൾ വ്യഭിചാരത്തിന്റെ വഴിയിലാണ്. നമ്മൾ വ്യഭിചരിക്കുന്നില്ലെങ്കിലും മറ്റുള്ളവർക്ക് അതിന്റെ കവാടം തുറന്നുകൊടുത്ത് മറ്റുള്ള ആളുകൾ അതിലേക്ക് കടന്നുപോയാൽ വ്യഭിചരിച്ചതിന്റെ കുറ്റത്തിൽ നിന്നുള്ള ഒരു പങ്ക് ഹലാലായ ഭാര്യയുമായിട്ടുള്ള സല്ലാപം പരസ്യപ്പെടുത്തിയ മുസ്ലിമിന് ലഭിക്കും. മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? അതുകൊണ്ടാണ് അല്ലാഹു ഇത് സ്പഷ്ടമായി പറഞ്ഞത്, വലാ തഖറബു. എന്നിട്ട് പരിശുദ്ധ ദീനുൽ ഇസ്ലാം അതിന്റെ കവാടമൊക്കെ നമ്മളോട് അടക്കാൻ പറഞ്ഞു. വ്യഭിചാരത്തിന്റെ അതിരുവിട്ട ലൈംഗികതയുടെ കവാടം അടക്കാൻ പറഞ്ഞു. പ്രിയപ്പെട്ട മുസ്ലിമേ, ചെറുപ്പക്കാരാ, ഇക്കാക്കമാരെ, എന്റെ മുന്നിലിരിക്കുന്ന ഉപ്പമാരെ,
നമുക്കൊക്കെ വേണ്ടത് അള്ളാഹുവിന്റെ സ്വർഗത്തിന്റെ അനുഭൂതിയാണ്. അള്ളാഹു നമുക്കത് നൽകട്ടെ. സ്വർഗത്തിന്റെ അനുഭൂതി നമുക്ക് കിട്ടണമെങ്കിൽ, അള്ളാഹുവിന്റെ പൊരുത്തം നമുക്ക് കിട്ടണമെങ്കിൽ ഈ പരീക്ഷണത്തിൽ നമ്മൾ വിജയിക്കണം. ഈ പരീക്ഷയിൽ ഏറ്റവും വലിയ ക്വസ്റ്റ്യൻ ഏതാണെന്നറിയോ? ഈ പരീക്ഷയിലെ ഏറ്റവും വലിയ ചോദ്യം ഏതാണെന്നറിയോ? നമ്മുടെ കാമവികാരമാണ്. അള്ളാഹു നമ്മിലിട്ട ആ കാമവികാരം വലിയ ഒരു ക്വസ്റ്റ്യൻസ് ആയി നിൽക്കുകയാണ്. ആ ക്വസ്റ്റ്യൻസിന് നല്ല മറുപടി എങ്ങനെ കൊടുക്കണം? അള്ളാഹു അനുവദിച്ച മാർഗത്തിൽ അതിനെ പ്രയോഗവൽക്കരിക്കണം. അള്ളാഹു ഇഷ്ടപ്പെടുന്ന മാർഗത്തിൽ മാത്രം അതിനെ പ്രയോഗിക്കണം. അല്ലാത്ത മാർഗത്തിലുള്ള സുഖം, ആനന്ദം വേണ്ടെന്നു വെക്കാനുള്ള പക്വത, ഈമാനിക കരുത്ത് നമുക്കുണ്ടായാൽ, പറഞ്ഞല്ലോ ആദ്യത്തിൽ അള്ളാഹു എന്തിനാണ് ഈ വികാരം നമ്മിൽ നിക്ഷേപിച്ചതെന്ന്. അതിൽ പ്രധാനപ്പെട്ടത് സ്വർഗീയ ആനന്ദം പഠിക്കാനും തിരിച്ചറിയാനും മനസ്സിലാക്കാനും വേണ്ടിയാണ്. ഈ ഒരു ആനന്ദത്തിന്റെ സ്ഥായിയായ നിലനിൽപ്പ്, അവസാനിക്കാത്ത നിലനിൽപ്പാണ് സ്വർഗീയ ആനന്ദം. ആ ആനന്ദത്തിന് വേണ്ടി 1, 2, 3, 4 അല്ലെങ്കിൽ 10 സെക്കൻഡുകളിൽ കിട്ടുന്ന ആനന്ദം പടച്ച തമ്പുരാന്റെ പ്രീതിക്ക് വേണ്ടി വേണ്ടെന്നു വെക്കാനുള്ള കരുത്ത് നമുക്കുണ്ടാകണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു അതിന്റെ മാർഗം മുഴുവൻ അടക്കാൻ പറഞ്ഞു. പ്രധാനപ്പെട്ട മാർഗം ഏതാ? നമ്മൾ വളരെ നിസാരമായി കരുതുന്ന ഒരു മാർഗം. വ്യഭിചാരത്തിന്റെ ഫസ്റ്റ് ഡോർ ഏതാണെന്നറിയോ? ഫസ്റ്റ് ഡോറ്, ആ ഡോറ് കടന്നിട്ടേ പിന്നെ അടുത്ത ഡോർക്ക് കയറാൻ പറ്റുള്ളൂ, അടുത്ത വഴിയിലേക്ക് എത്താൻ പറ്റുള്ളൂ, റൂമിലേക്ക്. ആദ്യത്തെ പ്രഥമവും പ്രധാനവുമായ കവാടം ഏതാണെന്നറിയോ? ആ കവാടം അല്ലാഹ് അടക്കാൻ പറഞ്ഞു. അതാണ് സൂറത്തുൻ നൂറിന്റെ 30-ാമത്തെ ആയത്തിൽ കാണുന്നത്. വഖുല്ലിൽ മുഅ്മിനീൻ, നബിയെ അങ്ങ് സത്യവിശ്വാസികളായ പുരുഷന്മാരെ വിളിച്ച് ഉപദേശിക്കുക. വഖുൽ, നബിയെ അങ്ങ് വിളിച്ചു പറയുക സത്യവിശ്വാസികളായ മുഅ്മിനീങ്ങളായ പുരുഷന്മാരോട്. ലിൽ മുഅ്മിനീൻ എന്താ പറയേണ്ടത്? യഉല്ലൂ മിൻ അബ്സാരിഹിം, അവരുടെ കണ്ണുകൾ താഴ്ത്താൻ പറയുക, അവരുടെ കണ്ണുകളെ നിയന്ത്രിക്കാൻ പറയുക, അവരുടെ ദൃഷ്ടികളെ ഒതുക്കാൻ പറയുക. വയഹ്ഫളൂ ഫുറൂജഹും, അവരുടെ ഗുഹ്യഭാഗങ്ങളെ സൂക്ഷിക്കാൻ അവരോട് പറയുക. അല്ലാഹ് ആദ്യം പറഞ്ഞതെന്താ? നബിയെ അങ്ങ് മുഅ്മിനീങ്ങളെ വിളിച്ചിട്ട് പറയണം. എന്ത്? വ്യഭിചരിക്കരുത് എന്നല്ല, അല്ല, ഗുഹ്യ ഭാഗങ്ങൾ സൂക്ഷിക്കണം എന്നല്ല. ആദ്യം പറഞ്ഞത് യഗുല്ലൂ മിൻ അബ്സാരിഹിം, അവരുടെ കണ്ണ് നിയന്ത്രിക്കാൻ അവരോട് പറയണം. രണ്ടാമത്തേത്, എന്നിട്ട് വയഹ്ഫളൂ ഫുറൂജഹും, ജനനേന്ദ്രിയങ്ങളെ സംരക്ഷിക്കണമെന്നും പറയണം. ദാലിക അസ്കാ ലഹും, അതവരുടെ പരിശുദ്ധിക്ക് അനിവാര്യമാണ്. കണ്ണ് നിയന്ത്രിക്കൽ അവരുടെ പരിശുദ്ധിക്ക് അനിവാര്യമാണ്. ഇന്നല്ലാഹ ഖബീറും ബിമാ യസ്നഊൻ, നിശ്ചയം അല്ലാഹു അവർ ചെയ്യുന്നതെല്ലാം വളരെ വ്യക്തമായി അറിയുന്നവനാകുന്നു. ഖുർആൻ. ഇവിടെ ആദ്യത്തെ കവാടം നോട്ടം. ഈ നോട്ടം ചെറിയ പ്രശ്നമൊന്നുമല്ല ഉണ്ടാക്കുന്നതേ. ഈ നോട്ടം അങ്ങോട്ട് വേണ്ടാന്ന് വെച്ചാൽ നമ്മൾ രക്ഷപ്പെട്ടു. ഈ നോട്ടം കൊണ്ടാണ് ഇവിടെ ബലാത്സംഗമുണ്ടായത്. നോട്ടം കൊണ്ടാണ് ഇവിടെ വ്യഭിചാരമുണ്ടായത്. നോട്ടം കൊണ്ടാണ് മുസ്ലിമീങ്ങളിൽ ഒരുപാട് ആളുകൾ കഠോരമായ ശിക്ഷയേറ്റത്. ഈ ലോകത്തവർക്കുള്ള ശിക്ഷ എന്താണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇസ്ലാമിക ഭരണകൂടമാണെങ്കിൽ എറിഞ്ഞു കൊല്ലപ്പെടും. അതല്ലാത്ത ശിക്ഷ തന്നെ അള്ളാഹുവിൽ നിന്ന് നേരിട്ടിറങ്ങി വരും. നമുക്ക് ഇൻഷാ അല്ലാഹ് ഭാഗത്തേക്ക് കടന്നു ചെല്ലാം. പറഞ്ഞു വരുന്നത്, അള്ളാഹു ദൃഷ്ടികൾ നിയന്ത്രിക്കാൻ പറഞ്ഞത് ഈ കണ്ണ് എന്ന് പറയുന്നത് വലിയ ദുരന്തത്തിൽ മനുഷ്യനെത്തിക്കും. കവി പറഞ്ഞല്ലോ, എൻ കണ്ണിനെ കുറിച്ചെന്നുടെ മാനസം എന്നും പരാതി പറഞ്ഞിടുന്നു. കണ്ണിനെ കുറിച്ചാണ് എന്റെ മനസ്സെപ്പോഴും പരാതി പറയുന്നത്. ഒരു നന്നാകാൻ തീരുമാനിച്ച ഒരു സൂഫിയുടെ ചരിത്രത്തില് സൂഫി പരിതപിക്കാണ്. എന്റെ കണ്ണിനെ കുറിച്ചാണ് ഇപ്പൊ മനസ്സിന് പരാതി പറയാനുള്ളത്, വേറൊരു കുഴപ്പമില്ല. എൻ കണ്ണിനെ കുറിച്ചെന്നുടെ മാനസം എന്നും പരാതി പറഞ്ഞിടുന്നു. എന്തേ പരാതി? കണ്ണു കണ്ടിടുന്ന കാഴ്ചയ്ക്കു പിന്നാലെ കൊതി പൂണ്ടിട്ടതുമങ്ങു പായുമത്രേ.
കണ്ണ് കണ്ടാല്, കണ്ണൊരു ഭാഗത്തേക്ക് എത്തിയാല് ആ കണ്ണ് കണ്ട ഭാഗത്തേക്ക് മനസ്സ് അങ്ങോട്ട് പോകും. മനസ്സ് പോയാൽ പിന്നെ മനസ്സ് പറയും ശരീരത്തെ അങ്ങോട്ട് കൊണ്ടുപോകൂ എന്ന് മനസ്സ് പറയും. അതുകൊണ്ട് ഞാൻ കണ്ണിനെ കൊണ്ട് തോറ്റു, കണ്ണിനെ കൊണ്ട് ഞാൻ പരാജയപ്പെട്ടു. നല്ലൊരു രുക്കിന്റെ കത്തിയുണ്ടാക്കി ഞാൻ കണ്ണങ്ങ് ചൂഴ്ന്നു കളഞ്ഞെങ്കിലോ, എങ്കിലേ മാനസം ശുദ്ധമായി തീർന്നിടൂ, എങ്കിലേ ഹൃദയം രക്ഷ നേടൂ. ഇനിയിപ്പോ രക്ഷപ്പെടാൻ ഒരേ ഒരു മാർഗമുള്ളൂ, നല്ലൊരു കത്തി ഉണ്ടാക്കിയിട്ട് ഈ 2 കണ്ണും അങ്ങ് ചൂഴ്ന്ന് കളയാ. അതല്ലാതെ മാർഗമല്ല. അദ്ദേഹം കണ്ടെത്തുന്ന ഒരു കാഴ്ചപ്പാടാണത്. പക്ഷേ കണ്ണ് ചൂഴ്ന്ന് കളഞ്ഞത് കൊണ്ടോ കണ്ണ് കുത്തി പൊട്ടിച്ചത് കൊണ്ടോ അവന്റെ മനസ്സ് ശുദ്ധമാകൂല. കാരണം എന്താ? അവൻ നേരത്തെ കണ്ട കാഴ്ചകൾ അവന്റെ മനസ്സിന്റെ സ്ക്രീനിലുണ്ടാകും. അവൻ അത് വെച്ചിട്ട് മനനം ചെയ്യും, തെറ്റിലേക്ക് പോകും. അതുകൊണ്ട് ഇസ്ലാം പറയുന്നത് കണ്ണ് പൊട്ടിക്കാനല്ല, കണ്ണിനെ നിയന്ത്രിക്കാനാണ്. പ്രിയപ്പെട്ടവരെ, ലൈംഗിക ആനന്ദം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു അവയവത്തിന് മാത്രമുണ്ടാകുന്ന ആനന്ദമല്ല. അല്ലല്ലോ. ലൈംഗിക ആനന്ദം എന്ന് പറയുന്നത് ശരീരത്തിലെ ഏതൊരു കേന്ദ്രത്തിലാണ് അത് അനുഭവപ്പെടുന്നത്? ഇതൊക്കെ നമുക്ക് പഠിക്കാനുള്ളത് തന്നെയല്ലേ. ഏത് കേന്ദ്രത്തിലാ? നിശ്ചിത നിർണിത അവയവങ്ങളിലാണോ? അല്ല. ശരീരത്തിന്റെ എല്ലാ അവയവങ്ങൾക്കും അതിൽ സ്വാധീനമുണ്ട്, പങ്കുണ്ട്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ഓരോ അവയവത്തിനും വ്യഭിചാരമുണ്ട്. ഓരോ അവയവത്തിനും വ്യഭിചാരമുണ്ട്. മുസ്ലിമീങ്ങളെ, നിങ്ങൾ വ്യഭിചരിച്ചിട്ടില്ല എന്ന അവകാശവാദം നിങ്ങൾക്ക് വേണ്ട. അക്കാര്യത്തിൽ പരിശുദ്ധരാണ് ഞങ്ങൾ എന്ന അവകാശവാദം, ജൽപ്പനം നിങ്ങൾക്ക് വേണ്ട. എന്തുകൊണ്ടെന്നറിയോ? ഓരോ അവയവങ്ങളും വ്യഭിചരിക്കുന്നുണ്ട്. ഓരോ അവയവങ്ങൾക്കും വ്യഭിചാരമുണ്ട്. കുതിബ അല ബിനി ആദമ നസീബുഹു മിനസ്സിനാ മുദ്രികുൻ ദാലിക ലാ മഹാലത. ബുഖാരി, മുസ്ലിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിക്കുന്നു നമ്മയൊക്കെ, മുസ്ലിമീങ്ങളെ, ഞങ്ങൾ വ്യഭിചരിച്ചിട്ടില്ല, ലൈംഗിക വിഷയത്തിൽ ഞങ്ങൾ പരിശുദ്ധരാണെന്ന അവകാശവാദം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ കേട്ടുകൊള്ളുക, മനസ്സിലാക്കിക്കൊള്ളുക. കുതിബ അല ബിനി ആദമ നസീബുഹു മിനസ്സിനാ മുദ്രികുൻ ദാലിക ലാ മഹാലത. ആദം സന്തതികൾക്ക്, മനുഷ്യർക്ക് വ്യഭിചാരത്തിന്റെ പങ്ക് എത്രയാണുള്ളതെന്ന് അള്ളാഹുവിനറിയാം. ആ പങ്ക് ഓരോരുത്തരിലും ഉണ്ട്. അത് കൃത്യമായി അള്ളാഹുവിനറിയാം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നു, അൽ-ഐനാൻ, 2 കണ്ണുകളുണ്ടല്ലോ, കണ്ണുകൾ. സിനാഹുമൻ നളറു, 2 കണ്ണിന്റെ വ്യഭിചാരം ഏതാണെന്നറിയോ? നോക്കി രസിക്കലാണ്, കണ്ടാസ്വദിക്കലാണ്. അത് കണ്ണിന്റെ വ്യഭിചാരമാണ്. കണ്ണിന്റെ വ്യഭിചാരമാണ്. അൽ-ഐനാനി, 2 കണ്ണുകൾ. സിനാഹുമാ, 2 കണ്ണിന്റെ വ്യഭിചാരം. അൻ-നളറു, നീ നോക്കി ആസ്വദിക്കലാണ്. നീ നോക്കി ആസ്വദിച്ചിട്ടുണ്ടെങ്കിൽ നീ വ്യഭിചരിച്ചവരാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വൽ ഉദ്നാനി, 2 ചെവികൾ. സിനാഹുമൽ ഇസ്തിമാഅ്, 2 ചെവികളുടെ വ്യഭിചാരം. അൽ ഇസ്തിമാഉ, സ്ത്രീ ശബ്ദം കേട്ടാസ്വദിക്കലാണ്. അല്ലെ? മൊബൈൽ ഫോണിൽ വന്നിട്ട് മണിക്കൂറുകളോളം അങ്ങോട്ട് സംസാരിക്കാൻ. 2 ആഴ്ച മുമ്പ് ഞാനൊരു ബസ് കയറി രാത്രി യാത്ര ചെയ്യുമ്പോൾ എന്റെ തൊട്ടടുത്തൊരു ചെറുപ്പക്കാരൻ വന്നിരുന്നിട്ട്, ഇപ്പൊ ഞാനിങ്ങനെ ഉറക്ക് വരുന്നില്ലെങ്കിലും ഉറക്ക് ക്ഷണിക്കാൻ വേണ്ടിയിട്ട് കണ്ണടച്ചങ്ങനെ കടന്നു. രാത്രി 10 മണി കഴിഞ്ഞ്, ഇവിടുത്തെ ഖുർആൻ ക്ലാസ് കഴിഞ്ഞിട്ട് പോവുകയാണ്, രാത്രിയാണ്. ഇവിടെ ഉറക്കം വരുന്നില്ല, കണ്ണടച്ചങ്ങോട്ട് കിടന്നു. അപ്പൊ ഈ പയ്യൻ പതുക്കെ അങ്ങോട്ട് മൊബൈൽ എടുത്തിട്ട്, പതുക്കൊന്നുമല്ല അവന്റെ സംസാരം, എന്തോടോ വിശേഷം. അപ്പൊ എടോ എന്നാണ് വിളിക്കുക. അതിനൊക്കെ ഓരോ ഐഡിയ ഉണ്ട്, അറിയാത്തവര് പഠിച്ചോളൂ. പെണ്ണാണെങ്കിൽ എടോ എന്നാ വിളിക്കേണ്ടത്. എന്നാ കുറച്ചൊക്കെ അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. എന്തോടോ എന്നൊക്കെ ചോദിച്ചപ്പോ ഞാൻ വല്ല കൂട്ടുകാരി ആയിരിക്കും, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. പക്ഷെ ചെവിയുടെ അടുത്തുനിന്ന് സംസാരിക്കുമ്പോൾ നമ്മൾ കേട്ടുപോകുമല്ലോ, വേണ്ടാന്ന് വെച്ചാലും. പിന്നെ എന്തെങ്കിലും കാർക്കിട്ട് അടക്കേണ്ടി വരും ചെവി. എന്തോടോ എന്നും പറഞ്ഞിട്ട് പിന്നുള്ളത് സുബ്ഹാനല്ലാഹ്, ഒരിക്കലും കേൾക്കാൻ പറയാത്ത പവിത്രമായ ഈ സ്ഥലത്ത് വെച്ച് ഈ സമയം പറയാൻ പറ്റാത്ത ഭാഷകളിലേക്ക് അങ്ങോട്ട് കടന്നു. വ്യഭിചാരത്തിന്റെ കഥ പാച്ചക്ക് അങ്ങോട്ട് സംസാരിക്കൽ. ഇങ്ങനെ മൊബൈൽ ഫോണിൽ ചെറുപ്പക്കാർക്കൊക്കെ ഉണ്ട്. ആള് കൂടിയ സ്ഥലത്ത് നിന്ന് പതുക്കെ അങ്ങോട്ട് ന്യൂട്രൽ അടിക്കണത് കണ്ടാൽ മനസ്സിലാക്കാം ഇത് ചെവി കൊണ്ട് വ്യഭിചരിക്കാൻ പോവാണ്.
ബാപ്പാരും ഉമ്മാരും ഒക്കെ നല്ലോണം ശ്രദ്ധിച്ചോളൂ. പഠിക്കണ മക്കളാണെങ്കിലും അവിവാഹിതരായ ചെറുപ്പക്കാര് ഈ മൊബൈൽ ഫോണും കൊണ്ട് കൂടുതൽ സമയം ഇങ്ങനെ സംസാരിക്കുക. ആരോടാടോ നിനക്ക് ഇത്ര വിളിക്കാം അങ്ങോട്ട് ചോദിക്കണത്. അതിപ്പോ അവരെ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ നമ്മൾ കൈക്കടത്തിയാൽ അത് ബുദ്ധിമുട്ടാവില്ലേ? അങ്ങനെ ഇപ്പൊ ബുദ്ധിമുട്ട് സഹിച്ചിട്ടില്ലെങ്കിൽ പിറകെ വരുന്ന ബുദ്ധിമുട്ട് അത്രയും താങ്ങാൻ പറ്റൂല. ആ വസ്തുത നമ്മൾ അറിയണം. വൽ ഉദ്നാൻ, രണ്ട് ചെവികൾ നിങ്ങൾ കേട്ടോ, രണ്ട് ചെവികൾ. സിനാഹുമൽ ഇസ്തിമാ, തനിക്കവകാശപ്പെട്ടതല്ലാത്ത സ്ത്രീയുടെ ശബ്ദം കേട്ടാസ്വദിക്കൽ ചെവിയുടെ വ്യഭിചാരമാണ്. വല്ലിസാനു, നാവ്. സിനാഹുൽ കലാം, നാവിന്റെ വ്യഭിചാരം, അതുകൊണ്ടുള്ള സംസാരമാണ്. വല്യദു, കയ്യ്. സിനാഹൽ ബത്ഷു, കയ്യിന്റെ വ്യഭിചാരം തടവലാണ്, തലോടലാണ്, പിടിക്കലാണ്. വരിജ്ലു, കാല്. സിനാഹൽ ഖുത്താ, അത്തരത്തിലുള്ള വിലക്കപ്പെട്ട മാർഗങ്ങളിലേക്കുള്ള സഞ്ചാരം കാലിന്റെ വ്യഭിചാരമാണ്. ഇമാം ഹാക്കിം ഉദ്ധരിച്ച ഹദീസിൽ കാണാം വസിന ശഫതൈൻ, രണ്ട് ചുണ്ടിന്റെ വ്യഭിചാരം. അത്തഖ്ബീലു, ചുംബനമാണ്. തന്റെ ഭാര്യയല്ലാത്തവരെ ചുംബിക്കൽ ചുണ്ടിന്റെ വ്യഭിചാരമാണ്. വൽ ഖൽബു യതമന്നാ, ഹൃദയം കൊണ്ട് ആശിക്കുന്നു. വയുസദ്ദിഖു ദാലികൽ ഫർജു ഔ യുകദ്ദിബുഹു, ലൈംഗിക അവയവമായ ഗുഹ്യഭാഗം കൊണ്ട് മാത്രമല്ല വ്യഭിചാരം നടക്കുന്നത്, അത് അതിന്റെ ലാസ്റ്റ് പോയിന്റാണ്. വൽ ഫർജു യുസദ്ദിഖു ദാലിക ഔ യുകദ്ദിബുഹു, നബി തങ്ങൾ വിശദീകരിക്കുന്നു, അതിന്റെ പരിസമാപ്തി ഒന്നുകിൽ ഗുഹ്യഭാഗം കൊണ്ട് നടത്തുന്നു അല്ലെങ്കിൽ നടത്താതിരിക്കുന്നു. അതിന്റെ മുമ്പുള്ള വ്യഭിചാരത്തിന്റെ കൂമ്പാരം ഒരു മനുഷ്യൻ അതിനു മുമ്പ് തന്നെ ചെയ്തു പോകുന്നു. ഗൗരവമുള്ള വിഷയല്ലേ? ഗൗരവമുള്ള വിഷയല്ലേ ഇത്? അതുകൊണ്ട് തന്നെ ദൃഷ്ടിയെ നിയന്ത്രിക്കണം, അല്ലെങ്കിലുള്ള നാശം വളരെ കടുത്തതാണ്. അല്ലാഹു പറഞ്ഞു, ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. സൂറത്ത് ഇസ്രാ. നിന്റെ കണ്ണ് നിയന്ത്രിച്ചോ മുഅ്മിനേ, എങ്കിലേ നിനക്ക് ആഖിറത്തിൽ രക്ഷയുള്ളൂ. ഇത് പറഞ്ഞ തമ്പുരാൻ പറയുന്നു, ഇന്ന സമഅ വൽ ബസറ, നിന്റെ കണ്ണും കാതും. തീർന്നില്ല, വൽ ഫുആദ, നിന്റെ ഹൃദയവും. കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. അതേക്കുറിച്ചൊക്കെ ഒരുപാട് ചോദ്യം ഉണ്ടാവും ട്ടോ വിചാരണ ദിവസം. ആ ചോദ്യം കഴിയാതെ നിന്നെ അല്ലാഹു വിടുകയില്ല. ഒരുപക്ഷേ ജനങ്ങൾക്കിടയിൽ നിനക്ക് മാന്യനാകാം. നിന്റെ കണ്ണിന്റെ സൈഡ് കൊണ്ട്, വാൽക്കണ്ണ് കൊണ്ട് നോക്കാ. സുന്ദരിയായ പെണ്ണിനെ കാണുമ്പോ അച്ചക്ക് അങ്ങോട്ട് നോക്കിയാല് നാട്ടുകാർ കാണുമല്ലോ, എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാ, കണ്ണട വെച്ചിട്ട് നോക്കാ, അല്ലെങ്കിലോ വാൽക്കണ്ണ് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാ. അത് ആരും അറിയില്ലല്ലോ. അല്ലാഹു പറഞ്ഞു, നിന്നെ പിടിക്കും. യഅലമു ഖായിനത്തൽ അയുനി വമാ തുഖ്ഫിസ് സുദൂർ, നിന്റെ വാൽക്കണ്ണുകൊണ്ടുള്ള നോട്ടം അല്ലാഹു അറിയുന്നുണ്ട് കേട്ടോ. അല്ലാഹു അത് രേഖയാക്കുന്നുണ്ട് കേട്ടോ. വമാ തുഖ്ഫിസ് സുദൂർ, നിന്റെ ഹൃദയത്തിൽ നീ മറച്ചു വെച്ചതും അല്ലാഹു രേഖയാക്കുന്നുണ്ട്. അലി റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് നബി തങ്ങൾ ഒരു പ്രത്യേക ഉപദേശം നടത്തി. യാ അലി ലാ തത്തബിഇൻ നദറത അന്നദറത. അബൂദാവൂദ് ഉദ്ധരിച്ച ഹദീസിൽ കാണാം, അലിയാരെ വിളിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലി ലാ തത്തബിഇൻ നദറത അന്നദറത, ഒരു നോട്ടത്തിന്റെ പിറകെ വീണ്ടും വീണ്ടും അലിയെ നീ സ്ത്രീകളെ നോക്കരുത്, അന്യ പെണ്ണുങ്ങളെ നോക്കരുത്. എന്നിട്ട് പറഞ്ഞു, ഫഇന്നലക്കൽ ഊലാ, അലി നിനക്ക് ഒന്നാമത്തെ നോട്ടം അനുവദനീയമാണ്. വലൈസലക്കൽ ആഖറത, പിന്നെയുള്ള നോട്ടം നിനക്ക് അനുവദനീയമല്ല. അലി ഒന്നാമത്തെ നോട്ടം നിനക്ക് അനുവദനീയാണ് എന്ന് വെച്ചാല് ഇമ വെട്ടാതെ കണ്ണെടുക്കാതെ എത്രയും നേരം ഒരു വട്ടം നോക്കാലോ, അങ്ങനെ അങ്ങോട്ട് നോക്കുക. അങ്ങനെയാണോ? അർത്ഥം കേൾക്കുമ്പോ പലർക്കും സുഖമുള്ള അർത്ഥമാണ്, വേഗം അങ്ങോട്ട് അർത്ഥം വെക്കുക. അലി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞത്, ലാ തത്തബിഇൻ നദറത അന്നദറത, നോക്കിപ്പോയാൽ പിന്നെയും 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 നോക്കരുത്. ഫഇന്നലക്കൽ ഊല, ഒന്നാമത്തെ നോട്ടം നിനക്ക് അല്ലാഹു അനുവദിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാല് ഒരു വട്ടമുള്ള നോട്ടം മാക്സിമം നീട്ടിപ്പിടിക്കാന്നോ അല്ല, നോക്കിപ്പോയാൽ വളരെ പെട്ടെന്ന് ദൃഷ്ടി തെറ്റിച്ചു കളയണം. ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ കാണാം, ജരീർ റളിയല്ലാഹു അൻഹു വലിയ സ്വഹാബിയാണ്. സഅൽതു റസൂലല്ലാഹ്, ഞാൻ നബിയോട് ഒരിക്കൽ ചോദിച്ചു, അന്നളിരിൽ ഫജ്അ,
യാദൃച്ഛികമായി ഉണ്ടാകുന്ന നോട്ടം. റോട്ടിലൂടെ പോയപ്പോ അങ്ങോട്ട് കണ്ടു ഒരു സുന്ദരി പെണ്ണിനെ, അങ്ങോട്ട് യാദൃച്ഛികമായിട്ട് അങ്ങോട്ട് കണ്ടു. അങ്ങനെ കണ്ടാൽ അതിന്റെ വിധി എന്താണ് നബിയേ? ഫഖാല, നബി എന്നെ ഉപദേശിച്ചു, മേലിൽ അങ്ങനെ കണ്ടാൽ ഇസ്രിഫ് ബസറക, പെട്ടെന്ന് നീ കണ്ണങ്ങോട്ട് തെറ്റിക്കുക. പെട്ടെന്ന് നബി തെറ്റിക്കാൻ പറയാ മാത്രല്ല, തെറ്റിച്ച സംഭവമുണ്ട്. ഹജ്ജത്തുൽ വദാഇന്റെ തിരക്ക് ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജ് ചെയ്ത് കാണിച്ചു കൊടുത്ത ഒരേ ഒരു ഹജ്ജ് മാത്രല്ല, അന്ന് മുസ്ലിം ലോകത്തിന്റെ അക്കാലത്ത് നബിയുടെ കാലത്തുള്ള വലിയ സമ്മേളനം. ഈ ഹജ്ജും വിടവാങ്ങൽ പ്രഭാഷണമൊക്കെ കഴിഞ്ഞപ്പോ നബിയും ചെറുപ്പക്കാരനായ ഫള് ഇബ്നുൽ അബ്ബാസ് റളിയല്ലാഹു അൻഹു, നബി തങ്ങളുടെ കൊച്ചാപ്പ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ ഫള് ചെറുപ്പക്കാരനാണ്, യുവാവാണ്, യുവകോമളൻ. ഈ ഫളലും നബിയും ഇങ്ങനെ നടന്നപ്പോ ഒരു പെണ്ണ്, സുന്ദരിയായ അറബി പെണ്ണ് നബിയെ തടുത്ത് നിർത്തിയിട്ട് ഹജ്ജിന്റെ മസ്അല ചോദിക്കുക. അപ്പൊ ഹജ്ജ് പൂർണ്ണമായി പഠിപ്പിച്ചു കൊടുത്തൊരു ദിനാണുള്ള ഹജ്ജത്തുൽ വദാഇന്റെ ദിവസം. ഈ പെണ്ണ് കടന്നു വന്ന് നബിയെ തടഞ്ഞു നിർത്തി ഹജ്ജിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി, ഹജ്ജിനെ കുറിച്ച് ഒരുപാട് സംശയം ചോദിക്കാൻ വേണ്ടി നബി തങ്ങളെ തടഞ്ഞു നിർത്തി ഈ പെണ്ണ്. അപ്പൊ നബിയുടെ കൂടെ ഉണ്ടായിരുന്ന ഫള് എന്ന സ്വഹാബി കിട്ടിയ ചാൻസ് മോശാക്കില്ല, നന്നാക്കി അവിടെ നോക്കി, തുറിച്ചങ്ങനെ നോക്കുക ഈ പെണ്ണിനെ. അപ്പൊ നബി എന്ന് പറഞ്ഞാല് എല്ലാ ഭാഗവും ശ്രദ്ധിക്കുമല്ലോ, ഭക്തിയിൽ ഇങ്ങനെ ആ പെണ്ണിനോട് മാത്രം തീയും പറഞ്ഞു കൊടുക്കലല്ലോ, പരിസരമൊക്കെ നോക്കുമല്ലോ. അപ്പൊ ഫളലിന്റെ പണി എന്താ നോക്കിയപ്പോ ഇവളെ തുറിച്ച് നോക്കുന്ന പണിയാ. നബി എന്ത് ചെയ്തു? പതുക്കെ ഫളലിന്റെ തല കണ്ട് പിടിച്ചിട്ട് ഇങ്ങനെ തെറ്റിച്ചു. വേണ്ട മോനെ, അത്ര വേണ്ട, തിരിച്ചേക്ക്, അങ്ങോട്ട് തിരിച്ചു. ഹദീസിലുണ്ടത് ഇസ്രിഫ് ബസറക, അങ്ങനെ കണ്ടുപോയാൽ തന്നെ വളരെ പെട്ടെന്ന് ദൃഷ്ടി തെറ്റിക്കണമെന്നും അങ്ങനെ യാദൃശ്ചികമായി കാണുന്ന കാഴ്ച കുറ്റകരമല്ലെന്നും ഈ ആയത്തിന്റെ വിശദീകരണത്തിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. എത്രത്തോളം നബിയുടെ ഉപദേശത്തിന്റെ കൂട്ടത്തിലെ പ്രധാന ഉപദേശം, പട്ടണത്തിലും വഴികളിലും നിങ്ങൾ ഇരിക്കരുത് എന്നാണ് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ത്? നിങ്ങൾ ഒരിക്കലും വഴിവക്കിലിരിക്കരുത്, അത് നിങ്ങളുടെ നാശത്തിനു കാരണമാണ് എന്ന് സ്വഹാബത്തിനോട് പറഞ്ഞു. ബുഖാരി, മുസ്ലിം, മുത്തഫഖുൻ അലൈഹി. ഇയ്യാകും വൽ ജുലൂസ ഫിത്തുറുഖാത്ത്, നിങ്ങൾ നിങ്ങളുടെ ശരീരങ്ങളെ, സ്വശരീരങ്ങളെ, നിങ്ങളുടെ സ്വന്തങ്ങളെ നരകത്തിൽ നിന്നു കാക്കണം. വത്തുറുഖാത്ത് വൽ ജുലൂസ ഫിത്തുറുഖാത്ത്, വഴിവക്കിൽ നിങ്ങൾ ഇരിക്കരുത്, ആ പട്ടണത്തിൽ നിങ്ങൾ ഇരിക്കരുത്, ആളുകൾ നടന്നു പോകുന്ന വഴികളിൽ നിങ്ങൾ ഇരിക്കരുത്, അത് നരകത്തിൽ വീഴാൻ കാരണമാകുമെന്ന് അവരോട് പറഞ്ഞപ്പോ ഖാലു, അവര് തിരിച്ചു പറഞ്ഞു, യാ റസൂലല്ലാഹ്, മാലനാ മിൻ മജാലിസിനാ ബുദ്ദുൻ നതഹദ്ദസു ഫീഹാ, ചില സമയങ്ങളിൽ, അപൂർവ സമയങ്ങളിൽ അങ്ങാടിയിൽ ഞങ്ങൾക്ക് ഇരിക്കേണ്ടി വരും, വഴിയുടെ അരികിൽ ഞങ്ങൾക്ക് ഇരുന്ന് സംസാരിക്കേണ്ടി വരും. അല്ലെ, പട്ടണത്തിൽ ജീവിക്കുന്ന ആളുകൾ, പട്ടണത്തിൽ കച്ചവടം ചെയ്യുന്ന ആളുകൾക്ക് ചിലപ്പോ ടൗണിൽ ഇരിക്കേണ്ടി വരും, റോഡ് സൈഡിൽ ഇരിക്കേണ്ടി വരും, കുറെ നേരം നിന്ന് സംസാരിക്കുമ്പോ ക്ഷീണിക്കുമ്പോ ഇരിക്കേണ്ടി വരും. ഇങ്ങനെ ഇരിക്കേണ്ടി വന്നാൽ മാലന മിൻ മജാലിസിനാ ബുദ്ദുൻ നതഹദ്ദസു ഫീഹാ, ഇങ്ങനെ കുടുങ്ങിയാലോ നബിയെ, ഒരിക്കലും വഴിയിൽ നിന്നോ ഇരുന്നോ സംസാരിക്കരുത്, അങ്ങ് വിലക്കി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണല്ലോ എന്ന് പറഞ്ഞപ്പോ ഫഖാല, നബി തങ്ങൾ പറഞ്ഞു, ഫഅഅതു ത്വരീഖ ഹഖഹു, അങ്ങനെ നിങ്ങൾക്ക് നിർബന്ധിത സാഹചര്യം വന്നാല്, വഴിവക്കിൽ ഇരുന്ന് സംസാരിക്കേണ്ട നിർബന്ധിതാവസ്ഥ വന്നാൽ, അങ്ങാടിയിലിരിക്കേണ്ട അവസ്ഥ വന്നാൽ, ഫഅഅതു ത്വരീഖ ഹഖഹു, വഴിയോട് ചില ബാധ്യതയുണ്ട്, പട്ടണത്തോടും അങ്ങാടിയോടും ചില ബാധ്യതയുണ്ട്, ആ ബാധ്യത നിങ്ങൾ നിറവേറ്റണം. ഖാലു, അവർ ചോദിച്ചു, വമാ ഹഖ്ഖു ത്വരീഖി യാ റസൂലല്ലാഹ്, വഴിയോടുള്ള ബാധ്യത എന്താണെന്നുകൂടി അങ്ങൊന്ന് പറഞ്ഞു തന്നാലും. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, വഴിയുടെ ബാധ്യത പറഞ്ഞു കൊടുത്തു. 1, 4 കാര്യങ്ങളാ പറഞ്ഞു കൊടുത്തത്. ഇതെല്ലാവരും കേട്ടോളൂ, നമ്മുടെ അങ്ങാടിയിലൂടെ നടക്കുന്നവരൊക്കെ കേൾക്കണം, നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ. ഒന്നാമത്തെ കാര്യം, വഴിയോടുള്ള മര്യാദ, പട്ടണത്തോടുള്ള മര്യാദ. 1 ഗള്ളുൽ ബസർ, കണ്ണ് താഴ്ത്തുക. ഇങ്ങനെ പറഞ്ഞ വണ്ടി മുട്ടി മരിക്കൂല മൊയ്ലേരെ, അങ്ങനെ കണ്ണടക്കാനല്ല നമുക്കളെ പറഞ്ഞത്, നിങ്ങൾ വേണ്ടാത്തടത്തേക്ക് നോക്കരുത് എന്നാ പറഞ്ഞത്. ഗള്ളുൽ ബസർ, അരുതാത്ത മാർഗത്തിലേക്ക് നോക്കാതെ ദൃഷ്ടി നിയന്ത്രിക്കുക. വഖഫുൽ അദാ, ഉപദ്രവങ്ങളെ തട്ടിമാറ്റുക.
വഴിയിലുള്ള ഉപദ്രവം, അവിടെ എന്തൊക്കെ അതുണ്ടോ, ബുദ്ധിമുട്ടുണ്ടോ, അതൊക്കെ അങ്ങ് നീക്കാൻ വേണ്ടി പരിശ്രമിക്കുക. വറദ്ദു സലാം, സലാം മടക്കുക. തലയെക്കെട്ടിന്റെ വലുപ്പവും അതിന്റെ ഷേപ്പും നോക്കി മടക്കുക, അത് ശരിയല്ല. റദ്ദു സലാം, വഴിയിലിരിക്കുമ്പോ വഴിയിലൂടെ വരുന്ന മുസൽമാൻ വരുമ്പോ വഅലൈക്കും മുസ്സലാം മടക്കുക. വൽ അംറു ബിൽ മഅറൂഫ് വന്നഹി അനിൽ മുൻകർ, പട്ടണത്തിലും വഴിയിലും നിൽക്കുന്ന ആളുകൾ മോശമായത് കണ്ടാൽ അത് തടയുകയും വിലക്കുകയും നല്ല കാര്യങ്ങൾക്ക് പ്രോത്സാഹനം നൽകുകയും ചെയ്യുക. റവാഹുൽ ബുഖാരി വ മുസ്ലിം. അപ്പൊ ഇതൊക്കെ നമ്മൾ പാലിക്കേണ്ട മര്യാദ. വെറുതെ ഒന്നും സ്വർഗം കിട്ടൂല. നിങ്ങൾ 5 നേരം പള്ളിയിൽ വന്നൊന്ന് കുനിഞ്ഞു നിർന്നാൽ സ്വർഗം കിട്ടുമെന്ന് വിചാരിച്ചോ? ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങൾക്ക് വിജയുണ്ട്, ഇഹപര വിജയുണ്ട്. എങ്ങനത്തെ മുഅ്മിൻ? ഇതൊക്കെ സൂക്ഷിച്ച മുഅ്മിൻ. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അതിരുവിട്ട ലൈംഗികതയുടെ പ്രത്യാഘാതം ഇസ്ലാം പഠിപ്പിച്ചത് ഇനിയും ഏറെയുമുണ്ട്. നിങ്ങളൊക്കെ ഉണരണം. ഇതൊക്കെ കേട്ട് രക്ഷിതാക്കള് നന്നായി ഉണരുകയും നിങ്ങളുടെ കുടുംബ സാഹചര്യങ്ങൾ ശ്രദ്ധിക്കുകയും വേണം. ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാല് ആവശ്യമില്ലാത്ത രീതിയിൽ ശ്രദ്ധ ചിലർക്ക് ആവശ്യമുള്ള ഭാഗത്തും ശ്രദ്ധയില്ല. വെറുതെ ചുമ്മാ ഭാര്യയെ സംശയിക്കുക, ഒരാവശ്യമില്ലാതെ. ഭാര്യക്ക് മൊബൈൽ മേടിച്ചു കൊടുക്കൂല, നല്ല കാര്യം തന്നെ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ എന്തിനാ മേടിച്ചു കൊടുക്കുക? എനിക്ക് അവളെ സംശയമാണ്. അങ്ങനെ നീ സംശയിക്കരുത്. പിന്നെയോ അവളൊന്ന് പുറത്തേക്ക് നോക്കിയാ നീ അവനെ നോക്കിയതോ ഇവനെ നോക്കിയതോ? മക്കളെ കാര്യത്തിൽ അനാവശ്യമായ ഒരു കണ്ണ് ഉപ്പാക്ക് വേണ്ട. അനങ്ങിയാലും ഉപ്പ നോക്കുക, തിരിഞ്ഞാലും നോക്കുക. പാഠപുസ്തകങ്ങളും ടെക്സ്റ്റ് ബുക്കും ഒക്കെ ബാഗൊക്കെ എടുത്ത് സെർച്ച് ചെയ്യണം. അവർ കാണുന്ന തരത്തിൽ പാടില്ല. ഏതായാലും എന്റെ വാപ്പച്ചിക്ക് എന്നിൽ വിശ്വാസമില്ല, ഇനിയിപ്പോ ഏതായാലും ആ പേടിച്ച സംഗതി അവിടെ ആയിക്കോട്ടെ എന്ന് മക്കൾ ചിന്തിക്കും. ഇതിലൊക്കെ ഒരു മനഃശാസ്ത്ര സമീപനമുണ്ട്. നിങ്ങൾ ബാഗും മൊബൈലൊക്കെ സെർച്ച് ചെയ്യണം. അവരറിയാതെ നോക്കണത്. നോക്കിക്കൊണ്ടേ നീങ്ങണം. ഇല്ലെങ്കിൽ അതിന്റെ ദുരന്തം ഫിദ്ദുനിയാ വൽ ആഖിറ അനുഭവിക്കേണ്ടി വരുമെന്ന അല്ലാഹുവിന്റെ റസൂലിന്റെ താക്കീത്, മുന്നറിയിപ്പ്. പ്രിയപ്പെട്ട വിശ്വാസികളെ, നിങ്ങൾ അവഗണിക്കരുത്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. സാധാരണ ആളുകളെല്ലാം പിഴച്ചു പോകുന്ന, തിന്മയുടെ കുഴിയിൽ വീണുപോകുന്ന ഏറ്റവും വലിയ ഒരു പാപത്തിന്റെ മേഖലയാണ് ലൈംഗിക മേഖല. അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യഭിചാരത്തെ എന്നല്ല, അതിലേക്കുള്ള സകല വഴികളെയും അടച്ചിരിക്കുന്നു. ലൈംഗിക വിശുദ്ധിക്ക് പ്രഥമവും പ്രധാനവുമായി ഉണ്ടാവേണ്ടത് ഖുർആൻ പറഞ്ഞത് പ്രകാരം ദൃഷ്ടി നിയന്ത്രിക്കലാണ്, കണ്ണിനെ നിയന്ത്രിക്കലാണ്. അതുകൊണ്ടല്ലാതെ ഒരാൾക്കും ആ ഒരു കുറ്റത്തിൽ നിന്ന് പൂർണ്ണമായി മാറി നിൽക്കാൻ സാധിക്കുകയില്ല എന്നതാണ് ഖുർആനിന്റെ അധ്യാപനം. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കൽപ്പിച്ചു, നബിയെ അങ്ങ് പറയണം, ഖുല്ലിൽ മുഅ്മിനീന യഗുല്ലൂ മിൻ അബ്സാരിഹിം വ യഹ്ഫദൂ ഫുറൂജഹും ദാലിക അസ്കാ ലഹും. വിശ്വാസികളായ പുരുഷന്മാരെ വിളിച്ചുകൊണ്ട് അവരോട് പറയണം നബിയെ അങ്ങ്, മുഅ്മിനുകളായ പുരുഷന്മാരെ വിളിച്ച് അങ്ങ് പറയേണ്ടതെന്താ? യഗുല്ലൂ മിൻ അബ്സാരിഹിം. ആദ്യം അല്ലാഹു പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചുമതലപ്പെടുത്തിയത് യഗുല്ലൂ മിൻ അബ്സാരിഹിം, അവരുടെ കണ്ണ് താഴ്ത്തണമെന്ന് അവരോട് പറയണം. രണ്ടാമത് വയഹ്ഫളൂ ഫുറൂജഹും, അങ്ങനെ ഗുഹ്യഭാഗങ്ങളെ പരിശുദ്ധമാക്കി അതിനെ സൂക്ഷിക്കണമെന്നും അവരോട് ഉപദേശിക്കണം. ദാലിക അസ്കാ ലഹും, അവർ പരിശുദ്ധരായി വിജയികളായി കിട്ടാൻ അത് അത്യാവശ്യമാണ് എന്നത് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഖുർആനിലൂടെ അല്ലാഹു കൽപ്പിക്കുക. ഈ ഒരു സംഗതി, ഈ ഒരു പാഠം പുരുഷന്മാരോട് പറഞ്ഞാൽ മതി അല്ലേ? പുരുഷന്മാരോട് പറഞ്ഞ് അല്ലാഹു അവസാനിപ്പിക്കാതെ സൂറത്തുൻ നൂറിന്റെ 31-ാമത്തെ ആയത്തിൽ, 30-ാമത്തെ ആയത്താണ് കഴിഞ്ഞയാഴ്ച നമ്മൾ വിശദീകരിച്ചത്. പുരുഷന്മാരോട് പറയേണ്ട ഉപദേശങ്ങളുടെ കാര്യം പറഞ്ഞിട്ട് 30-ാമത്തെ ആയത്തിൽ അക്കാര്യം വിശദീകരിച്ചിട്ട് 31-ാമത്തെ ആയത്തിൽ സൂറത്തുൻ നൂറിന്റെ 31-ാമത്തെ സൂക്തത്തിൽ അല്ലാഹു തുടർന്ന് പറയുന്നത് വഖുല്ലിൽ മുഅ്മിനാത്ത് യഗ്ളുൾന മിൻ അബ്സാരിഹിൻ വയഹ്ഫൾന ഫുറൂജഹുൻ
വലാ യുബ്ദീന സീനതഹുന്ന ഇല്ലാ മാ ലഹറ മിൻഹാ. അതിന്റെ തൊട്ടുപിറകിലെ ആയത്തിൽ അല്ലാഹു പറയുന്നു, വഖുൽ, നബിയെ പറയല് വേറെ ഇനിയും പറയാണ്ട്, പുരുഷന്മാരോട് പറഞ്ഞിട്ട് നിർത്താൻ പറ്റൂല. അങ്ങ് പറയണം, ലിൽ മുഅ്മിനാത്തി, അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിച്ച സ്ത്രീ വിഭാഗത്തോട് പറയണം, മുഅ്മിനാത്തിനോട് പറയണം, അങ്ങയിലും അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിച്ച സഹോദരിമാരെ വിളിച്ചിട്ട് പറയണം, യഗ്ളുൽന മിൻ അബ്സാരിഹിൻ വയഹ്ഫൾന ഫുറൂജഹുൻ. അവരുടെ കണ്ണും താഴ്ത്തി വെക്കാൻ അവരോട് പറയണം, അവരുടെ ദൃഷ്ടിയെ നിയന്ത്രിക്കാൻ അവരോടും പറയണം, സ്ത്രീവർഗത്തോടും പറയണം, അവരുടെ ഗുഹ്യഭാഗങ്ങൾ കാത്തു സൂക്ഷിക്കാൻ അവരോട് പറയണം. വലാ യുബ്ദീന സീനതഹുന്ന ഇല്ലാ മാ ലഹറ മിൻഹാ. ചിലർക്ക് ഇവിടെ ഒരു അബദ്ധം പറ്റി. കാണാൻ പാടില്ലാത്തത് ഒരു പുരുഷന് അവന് അന്യയായ സ്ത്രീയെ കാണാൻ പാടില്ല, നോക്കാൻ പാടില്ല. ഒരു പുരുഷന് അന്യ സ്ത്രീയെ നോക്കാൻ പാടില്ല, ഇതെല്ലാവർക്കും അറിയാം. എന്നാൽ തിരിച്ചോ, ഒരു പെണ്ണിന് അവൾക്ക് അന്യനായ പുരുഷനെ കാണുന്നതിനോ അത് വിരോധമില്ല എന്നാണ് പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. നല്ല ഹിജാബും പർദയും, എന്തിനധികം മുഖമടക്കം നന്നായി മറച്ച് നടക്കുന്ന സഹോദരിമാർ, മുഖമടക്കം മറച്ച് പരിപൂർണ ഹിജാബോടുകൂടെ ജീവിക്കുന്ന മുസ്ലിം സ്ത്രീകൾ വരെ ആ മുഖത്തുകൂടെ താഴ്ത്തിയിട്ട ആ കർട്ടനിലുള്ളാകുന്ന നെറ്റ് കണ്ണു കാണല മുന്നിലേക്ക്, അതിലൂടെ അന്യപുരുഷന്മാരെ തുറിച്ചു നോക്കും. അത് തെറ്റല്ല എന്നാണ് അവരുടെ ധാരണ. സ്ത്രീകൾക്ക് അവർ കന്യരായ പുരുഷന്മാരെ നോക്കുന്ന വിധിയും ആദ്യം പറഞ്ഞ വിധി പോലെ തന്നെ അള്ളാഹു അതേ ഭാഷയിൽ തന്നെ അള്ളാഹു പറഞ്ഞു, വഖുല്ലിൽ മുഅ്മിനാത്തി യഗ്ളുൽന മിൻ അബ്സാരിഹിൻ. ഇമാം അബൂദാവൂദ് ഉദ്ധരിച്ച ഹദീസിൽ കാണാം, അൻ ഉമ്മി സലമത റളിയല്ലാഹു അൻഹാ ഖാലത്, പ്രവാചക പത്നിയായ ഉമ്മു സലമ ബീവി, പ്രവാചകരുടെ ഭാര്യയായിരുന്ന ഉമ്മു സലമ ബീവി പറയുന്നു, കുൻതു ഇൻദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ ഒരിക്കൽ നബിയുടെ കൂടെ എന്റെ വീട്ടിലിരിക്കെ, വഇൻദഹു മൈമൂന, അവിടെ മൈമൂന എന്ന ഭാര്യയും ഉണ്ടായിരുന്നു. ഞാനും മൈമൂനയും നബിയുടെ മുന്നിൽ നിൽക്കവേ, ഞങ്ങൾ രണ്ടുപേരും പ്രവാചകരുടെ മുന്നിൽ നിൽക്കവേ, ഫഅഖ്ബല ഇബ്നു ഉമ്മി മക്തൂമിൻ റളിയല്ലാഹു അൻഹു, അങ്ങോട്ട് ഇബ്നു ഉമ്മി മക്തൂം എന്ന സ്വഹാബി കടന്നു വന്നു. ഇബ്നു ഉമ്മി മക്തൂം വഹുവ അഅമ, അന്ധനാണ് ആ സ്വഹാബി. രണ്ട് കണ്ണിനും കാഴ്ചയില്ലാത്ത, തീരെ കണ്ണുകൊണ്ട് കാണാത്ത പൂർണ്ണ അന്ധനായ ഇബ്നു ഉമ്മി മക്തൂം ഞാനും മൈമൂനയും നബിയുടെ മുന്നിൽ നിൽക്കവേ അങ്ങോട്ടങ്ങ് കേറി വന്നു. വടിയും പിടിച്ചിട്ട് തപ്പിത്തടഞ്ഞ് ഈ അന്ധനായ സ്വഹാബി ഇങ്ങനെ കേറി വരുന്ന രംഗം ഞങ്ങൾ കാണുക. ഉമ്മു സലമ ബീവി പറയാം, ഇങ്ങനെ കേറി വരുന്ന രംഗം കണ്ടപ്പോ, വദാലിക ബഅദ അൻ ഉമിർനാ ബിൽ ഹിജാബ്, സ്ത്രീകളോട്, മുഅ്മിനത്തുകളായ സ്ത്രീകളോട് ഹിജാബ് പാലിക്കണം, മറയോടുകൂടെ നിങ്ങൾ അന്യരുടെ മുന്നിലേക്ക് ഇറങ്ങാവൂ എന്ന ഖുർആനിന്റെ നിർദ്ദേശം വന്നതിനു ശേഷമാണ് ഈ സംഭവം. ഖുർആൻ പറഞ്ഞു, ഇനി മുഅ്മിനാത്തുകളായ പെണ്ണുങ്ങൾ പുറത്തിറങ്ങുമ്പോൾ ഹിജാബില്ലാതെ ഇറങ്ങാൻ പാടില്ല എന്നുള്ള നിയമം വന്നതിനു ശേഷമാണ് ഈ സംഭവം. ഞങ്ങൾ നബിയുടെ മുന്നിൽ നിൽക്കുമ്പോൾ ഈ അന്ധനായ കുരുടനായ സ്വഹാബി കേറി വരും. കേറി വന്നപ്പോ ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ ഞങ്ങളുടെ രണ്ടുപേരുടെയും നേരെ നോക്കിയിട്ട് പറഞ്ഞു, ഇഹ്തജിബാ മിൻഹു, രണ്ടുപേരും ആ മനുഷ്യനിൽ നിന്ന് മറഞ്ഞു നിൽക്കൂ, രണ്ടുപേരും ഉള്ളിലേക്ക് പോകൂ, രണ്ടാളും ഹിജാബ് പാലിക്കൂ, മറയിലേക്ക് പോകൂ എന്ന് ഞങ്ങളോട് നബി നിർദ്ദേശിച്ചപ്പോ, ഫഖുൽനാ യാ റസൂലല്ലാഹ്, ഞങ്ങൾ രണ്ടുപേരും നബിയോട് തിരിച്ചു ചോദിച്ചു, അലൈസ ഹുവ അഅമാ ലാ യബ്സിറുനാ വലാ യഅരിഫുനാ,
എന്തിനാ നബിയെ ഞങ്ങൾ അകത്തോട്ട് പോകുന്നത്? എന്തിനാ നബിയെ ഞങ്ങൾ മറക്കുന്നത്? അലൈസ ഹുവ അഅമ, അദ്ദേഹം പൂർണ്ണ അന്ധനല്ലേ, കണ്ണു കാണൂലല്ലോ. ലാ യുബ്സിറുന വലാ യഅരിഫുന, ഞങ്ങൾ ശബ്ദിക്കാതെ ഒച്ച വെക്കാതെ ഇവിടെ മിണ്ടാതെ അങ്ങയുടെ മുന്നിൽ തന്നെ നിന്നാൽ, ലാ യുബ്സിറുന, അദ്ദേഹം ഞങ്ങളെ കാണില്ലല്ലോ, വലാ യഅരിഫുന, ഞങ്ങളുടെ സാന്നിധ്യം അറിയില്ലല്ലോ, ഞങ്ങളിവിടെ ഉള്ള കഥ തന്നെ അറിയില്ലല്ലോ, പിന്നെന്തിനാ അങ്ങ് ഞങ്ങളോട് ഇഹ്തജിബ എന്ന് പറയുന്നത്, രണ്ടുപേരും മറയിലേക്ക് പോകണമെന്ന് പറഞ്ഞത് എന്തിനാണ് നബിയെ എന്ന് ഉമ്മു സലമ ബീവിയും മൈമൂന റളിയല്ലാഹു അൻഹുമാ രണ്ടുപേരും നബിയോട് ചോദിച്ചപ്പോ ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ ഞങ്ങളോട് പറഞ്ഞ മറുപടി അഫ അംയാവാനി അൻതുമാ, അഫ അംയാവാനി അൻതുമാ അലസ്തുമാ തുബ്സിറാനിഹി, നിങ്ങൾ രണ്ടുപേരും കണ്ണുപൊട്ടത്തികളല്ലല്ലോ, നിങ്ങൾക്ക് രണ്ടുപേർക്കും കണ്ണുണ്ടല്ലോ, കാഴ്ചയുണ്ടല്ലോ. അലസ്തുമാ തുബ്സിറാനിഹി, നിങ്ങൾ തിരിച്ച് ഇബ്നു ഉമ്മി മക്തൂമിനെ കാണൂലേ? അദ്ദേഹം നിങ്ങളെ കാണുന്നത് തെറ്റായതുപോലെ നിങ്ങൾക്ക് അയാളെ കാണലും തെറ്റാണ്, അതുകൊണ്ട് നിങ്ങൾ മറയിലേക്ക് പോകണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങളോട് ഉപദേശിച്ചു എന്ന് ഉമ്മുൽ മുഅ്മിനീൻ ഉമ്മു സലമ ബീബി റളിയല്ലാഹു അൻഹ പറയാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സ്ത്രീകളെ വിളിച്ച് ഉപദേശിക്കാൻ, സ്ത്രീകളെ ഉണർത്താൻ അല്ലാഹു നബി തങ്ങളെ കണ്ണോട് കൽപ്പിച്ചു. വലാ യുബ്ദീന സീനതഹുന്ന ഇല്ലാ മാ ലഹറ മിൻഹാ, വിശ്വസിച്ച സ്ത്രീകൾ അവരുടെ സൗന്ദര്യം പ്രദർശിപ്പിക്കരുത്, പുറത്ത് കാണിക്കരുത്. ഇല്ലാ മാ ലഹറ മിൻഹാ, സ്വയം വെളിവാകുന്നതൊഴിച്ച്. അള്ളാഹു പഠിപ്പിക്കാൻ, സ്വയം വെളിവാകുന്നതൊഴിച്ച് മറ്റൊന്നും പുറത്ത് കാണരുത്. എന്താ ഈ സ്വയം വെളിവാകുന്നത്? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, കർരിദാഇ വസിയാബി, ഒരു പെണ്ണ് പൂർണ്ണമായി മറച്ചാലും അവളുടെ തലയിലിട്ട മുണ്ട്, അവളുടെ ശരീരത്തിൽ അണിഞ്ഞ വസ്ത്രം, ഒരു സ്ത്രീരൂപം കാണുമ്പോൾ ആ സ്ത്രീരൂപത്തിനൊരു സൗന്ദര്യം ഉണ്ടല്ലോ, അല്ലെ? എല്ലാം മറച്ചാൽ തന്നെ അത് മറക്കാൻ പറ്റൂല. കാരണം ഇല്ലാമാ ലഹറ മിൻഹ, അതങ്ങ് വെളിവായി പോകും. എല്ലാം മറച്ചാലും ഒരു സ്ത്രീരൂപം, അതിലൊരു സൗന്ദര്യമുണ്ട്. അങ്ങനെ നോക്കി ആരെങ്കിലും വഴിപിഴച്ചാലോ അതിൽ ഈ പെണ്ണ് ഉത്തരവാദിയല്ല. മുഫസ്സിറുകൾ പറഞ്ഞു, അതുപോലെ തന്നെ കാറ്റിലറിയാതെ വസ്ത്രം പൊങ്ങി കാലിന്റെ കണങ്കാൽ കണ്ടുപോയി, അങ്ങനെയുള്ള ഭാഗം അത്തരം സാഹചര്യങ്ങളിൽ ഒഴികെ വലാ യുബ്ദീന സീനതഹുന്ന. ഇതെന്തിനാ ഇപ്പൊ ഞങ്ങളോട് പറയുന്നത് എന്ന് പുരുഷവർഗമായ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഇത് നിങ്ങളോട് തന്നെയാണ് പറയേണ്ടത്. എന്താ കാരണം എന്നറിയോ? ഒരുപാട് സ്ത്രീകൾ വഴിപിഴച്ചു പോയതിന്റെ പിന്നിൽ പുരുഷന്മാരാണ് എന്ന വസ്തുത മറച്ചു വെക്കാൻ വയ്യ. ഭാര്യാ സന്താനങ്ങളെ വഴിപിഴപ്പിക്കുന്നതിന്റെ പ്രധാന പങ്ക് വാസ്തവത്തിൽ പുരുഷന്മാരായ നമുക്ക് തന്നെയാണ്. എത്രയെത്ര സഹോദരിമാർ ഞാൻ തന്നെ കേട്ടിട്ടുണ്ട്, എനിക്ക് പർദ്ദ ഇഷ്ടമാണ്, ഇസ്ലാമിക വസ്ത്രവിധാനം ഇഷ്ടമാണ്, പൂർണ്ണമായ ഹിജാബോടുകൂടെ പുറത്തു പോകാനാണ് എനിക്കിഷ്ടം, പക്ഷെ ഇക്ക സമ്മതിക്കണില്ല. ഇക്കാക്ക് ഇഷ്ടല്ല, ഇക്കാക്ക് പകുതി പുറത്ത് കാണിച്ച് നടന്നാലേ ഒരു ഗഡ്സ് ഉള്ളൂ. എന്റെ ഭാര്യയാണെന്ന് പറഞ്ഞ് ഭാര്യനെ ഒരു 4 ആള് കണ്ടിട്ട് ഇക്കാക്ക് ഒരു ആത്മാഭിമാനം. അതുകൊണ്ട് സാരി എടുക്കണം, സാരി എടുത്താൽ മാത്രം പോരാ, കുറച്ചൊക്കെ പുറത്ത് കാണണം. ഇങ്ങനെയുള്ള തീരുമാനമാണ് ഇക്കാക്ക് എന്ന് പറയുന്ന സഹോദരിമാർ. 18 വയസ്സായ പെൺകുട്ടി പറയുന്നു, വാപ്പച്ചി കഴിഞ്ഞ പെരുന്നാക്ക് മേടിച്ചെന്ന വസ്ത്രാണ് പകുതി പുറത്താണ്. ഇങ്ങനെയുള്ള ഭർത്താക്കന്മാരും, ശരിക്ക് കേട്ടോ, ഇങ്ങനെയുള്ള ഭർത്താക്കന്മാരും പിതാക്കന്മാരും സ്വന്തം ഭാര്യമാരുടെയും മക്കളുടെയും ചാരിത്രം വിറ്റ് പണം വാങ്ങുന്ന ദുഷ്ടന്മാരിൽ നിന്ന് വ്യത്യസ്തരല്ല എന്നതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. എന്ത്? ചില ആളുകൾ ഉണ്ടല്ലോ, ഭാര്യനെ മറ്റുള്ളവർക്ക് കാഴ്ച വെച്ചിട്ട് പണം വാങ്ങുന്നവരില്ലേ? ഉണ്ട്. മക്കളെ അഭിമാനം വിറ്റിട്ട് പണം വാങ്ങുന്ന പിതാക്കൾ ഇന്ന് ലോകത്തുണ്ട്. അവരും ഇത്തരത്തിലുള്ള ആളുകൾ. ഇസ്ലാമികമായ വസ്ത്രവിധാനം അണിയാൻ അനുവദിക്കാത്ത പുരുഷന്മാരും അത്തരം നീചന്മാരും
വാസ്തവത്തിൽ അന്തരമില്ല, വ്യത്യാസമില്ല എന്നതാണ് ഇസ്ലാം പറയുന്നത്. എന്തുകൊണ്ട്? നമ്മുടെ ഭാര്യയെ വേശ്യയാക്കാൻ താല്പര്യമുണ്ടോ നമുക്ക്? നമ്മുടെ പ്രിയപ്പെട്ട പെൺമക്കളെ വഴിപിഴപ്പിക്കാൻ നമുക്ക് താല്പര്യമുണ്ടോ? പ്രത്യേകിച്ച് ഈ ഭാഗങ്ങളിൽ, മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലൊക്കെ ഇക്കാര്യത്തിൽ എത്ര പറഞ്ഞാലും ഒരു ശ്രദ്ധയില്ല. ജമാഅത്ത് ഭാരവാഹി ആയിരിക്കും, സെക്രട്ടറി ആയിരിക്കും, പ്രസിഡന്റ് ആയിരിക്കും, മോള് കോളേജിൽ പോകുന്ന കോലൊന്ന് കണ്ടുനോക്കണം. തമാശ പറയല്ല. ഭാര്യ കല്യാണത്തിന് പോകുന്ന ആ ഒരു ഫാഷൻ ഒന്ന് കണ്ടു നോക്കണം. ഇവരല്ലേ ഉമറാ, സമൂഹത്തിനിടയിൽ ദീൻ കെട്ടിപ്പടുക്കാൻ നിയുക്തരായ ഉലമായിനൊപ്പം സഹകരിക്കുന്ന ഉമറാ. ഉലമാവും ഉമറാവുമാണ് ഈ സമൂഹത്തെ നവോത്ഥാനത്തിലേക്ക്, അവരെ നന്മയിലേക്ക് നയിക്കാൻ ബാധ്യസ്ഥരായ ആളുകൾ. ഇതൊരു തമാശയായി പറയുന്നതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തി, കുല്ലു ഐനിൻ സാനിയ, എല്ലാ കണ്ണുകളും വ്യഭിചരിക്കുന്നുണ്ട്, എല്ലാ കണ്ണുകൾക്കും വ്യഭിചാരമുണ്ട്. വൽ മർഅതു ഇദസ്തഅതറത്, ഒരു പെണ്ണ് മൊഞ്ചത്തിയായിട്ട് സൗന്ദര്യവതിയായിട്ട് അവളുടെ ആകാര ഭംഗിയെല്ലാം പ്രദർശിപ്പിച്ചുകൊണ്ട് അത്തറ് പുരട്ടിക്കൊണ്ട് പുറത്തിറങ്ങിയാൽ ഫമറത്ത് ബിൽ മജ്ലിസി, ആളുകൾ കൂടുന്ന ഭാഗത്തുകൂടെ അവൾ നടന്നാൽ, കല്യാണ സദസ്സിലേക്ക് അവൾ പെർഫ്യൂം ഉപയോഗിച്ച് അവളുടെ ശരീരത്തിലെ സൗന്ദര്യം പ്രകടിപ്പിച്ച് അവളുടെ ദേഹകാന്തി പ്രദർശിപ്പിച്ച് അവൾ കല്യാണ സദസ്സിലേക്ക് അന്യപുരുഷന്മാരുടെ മുന്നിലേക്ക് കടന്നു വന്നാൽ ഫഹിയ കദാ വകദാ, ആ പെണ്ണ് മറ്റേ ജാതി പെണ്ണാണ്. ഖാല റസൂലുള്ളാഹി. ഏത് ഒരു പെണ്ണ് അവളുടെ സൗന്ദര്യം അവൾ പ്രകടിപ്പിക്കേണ്ടത്, കാണിക്കേണ്ടത്, പ്രദർശിപ്പിക്കേണ്ടത് ഭർത്താവിന്റെ മുന്നിൽ മാത്രമാണ്. അതല്ലാത്തവരുടെ മുന്നിൽ അവളുടെ സൗന്ദര്യം അവൾ പ്രദർശിപ്പിക്കുകയാണെങ്കിൽ ഫഹിയ കദാ വകദാ, ആ പെണ്ണ് വേശ്യപ്പെണ്ണാണ്, തെമ്മാടി പെണ്ണാണ്. നമ്മുടെ നാട്ടിലെ നാടൻ ശൈലിയിൽ ഒരു ഭാഷണ്ട്, ഞാനിവിടെ പറയുന്നില്ല. വഹിയ കദാ വകദാ, ആ മറ്റേ ഐറ്റംസ് പെണ്ണാണ്. സൗന്ദര്യം പ്രദർശിപ്പിച്ച് നമ്മുടെ ഭാര്യമാർ പുറത്തിറങ്ങുമ്പോ, അങ്ങനെ നമ്മൾ പുറത്തിറക്കുമ്പോ നമ്മൾ ആലോചിക്കണം, നമ്മുടെ ഭാര്യയെ മറ്റുള്ളവർ വ്യഭിചരിക്കുന്നു, കണ്ണുകൊണ്ട് വ്യഭിചരിക്കുന്നു, അത് വ്യഭിചാരല്ലേ? മനസ്സുകൊണ്ട് വ്യഭിചരിക്കുന്നു, അത് വ്യഭിചാരമല്ലേ? ലിംഗം കൊണ്ടുള്ള വ്യഭിചാരത്തിന് സപ്പോർട്ട് കൊടുക്കുന്നു, സഹായമുണ്ടാക്കുന്നു, സാഹചര്യമൊരുക്കുന്നു. അതുകൊണ്ട് നമ്മുടെ മക്കൾ, നമ്മുടെ ഭാര്യമാർ വേശ്യകളായി അല്ലെങ്കിൽ തമ്മാടികളാകാൻ നമുക്ക് താല്പര്യമുണ്ടോ? ആലോചിക്കണം. മാത്രമല്ല, ഇങ്ങനത്തെ രൂപമണിഞ്ഞുകൊണ്ട് ഔറത്ത് വെളിവാക്കിക്കൊണ്ട് നമ്മുടെ ഭാര്യമാരോ മക്കളോ പുറത്തിറങ്ങിയാൽ ആ കാരണത്താൽ എത്രയെത്ര ആളുകൾ ഹറാമിൽപ്പെടുന്നു, എത്രയെത്ര കണ്ണുകൾ വ്യഭിചരിക്കുന്നു. ആ വ്യഭിചാരത്തിന്റെ ഒരു പങ്ക്, ആ കുറ്റത്തിലെ ഒരു പങ്ക് അങ്ങനെ ഭാര്യയെ വീട്ടിൽ നിന്ന് ഇറക്കിയ, അങ്ങനെ വസ്ത്രമണിയാൻ പറഞ്ഞ ഭർത്താവിനുണ്ട്, പിതാവിനുണ്ട്. എത്ര ആള് നോക്കി ആസ്വദിച്ചു, അതിലൊക്കെ ഒരു കുറ്റത്തില് പങ്ക്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, കുല്ലു ഐനിൻ ബാക്കിയാ. മഹ്ശറാ വൻസഭയിൽ ലോക ജനതയെ അല്ലാഹു ഒരുമിച്ച് കൂട്ടുമ്പോ വിചാരണയ്ക്ക് വേണ്ടി നിർത്തുന്ന സമയത്ത് കുല്ലു ഐനിൻ ബാക്കിയാ, എല്ലാ കണ്ണുകളും കരയുന്നതായിരിക്കും. എല്ലാ കണ്ണുകളും ആ ദിവസത്തിൽ കരഞ്ഞ് കലങ്ങിയ അവസ്ഥയിലായിരിക്കും ഉണ്ടാവുക. ഒരു മരണം നടന്ന വീട്ടിൽ ചെന്നാൽ ചിലർക്കൊക്കെ കരച്ചിലു കാണാം, ചില കണ്ണുകളിൽ കണ്ണുനീരു കാണാം, ചില മുഖത്ത് ദുഃഖം കാണാം. എന്നാൽ ചില ആളുകളുടെ കണ്ണിൽ അതുണ്ടാവൂല. ചിലർക്ക് സഹനമുണ്ടാകും, ചിലർക്ക് സഹിക്കാൻ പറ്റും, സബൂറുണ്ടാകും. അല്ലെങ്കിൽ മരിച്ചുപോയ ആളോട് വേണ്ടത്ര താല്പര്യമുണ്ടാവൂല. എന്നാൽ കുല്ലു ഐനിൻ ബാക്കിയാ, മഹ്ശറയില് മിക്കവാറും ആളുകളുടെ കണ്ണുകൾ കരഞ്ഞ അവസ്ഥയിലായിരിക്കും ഉണ്ടാവുക. ഇല്ലാ ഐനിൻ, ചില കണ്ണുകൾക്ക് അന്നും കരച്ചിലുണ്ടാവുകയില്ല.
ആ കണ്ണുകളിൽ സന്തോഷമായിരിക്കും, ആനന്ദമായിരിക്കും, ആഹ്ലാദമായിരിക്കും, സന്തോഷം നിറഞ്ഞ നോട്ടമായിരിക്കും ചില കണ്ണുകളിൽ. ഇല്ല ഐനുൻ, ചില കണ്ണുകൾക്കന്ന് കരച്ചിലുണ്ടാവൂല. ഏത് കണ്ണുകൾക്ക്? വല്ലത്ത് അൻ മഹാരിമില്ല, ഈ ദുനിയാവിൽ അല്ലാഹു നോക്കരുത് എന്ന് പറഞ്ഞ ഭാഗത്തേക്ക് മനസ്സിന്റെ നിർദ്ദേശമുണ്ടായിട്ടും ഖൽബിന്റെ താല്പര്യമുണ്ടായിട്ടും സാഹചര്യമൊരുങ്ങിയിട്ടും എല്ലാം അനുകൂലമായിട്ടും അല്ലാഹുവിനെ ഭയന്ന് കണ്ണ് നിയന്ത്രിച്ച ആളുകൾ, കണ്ണ് താഴ്ത്തിവെച്ച ആളുകൾ, അരുതാത്ത ഭാഗത്തേക്ക് നോക്കാത്ത ആളുകൾ, അങ്ങനത്തെ ആളുകളുടെ കണ്ണിൽ അന്ന് കരച്ചിലുണ്ടാവൂല, കണ്ണുനീരുണ്ടാവൂല. ആ കണ്ണുകൾക്ക് മാത്രമായിരിക്കും അന്ന് സന്തോഷം. അള്ളാഹു നമുക്കത് നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ തിന്മയിൽ നിന്ന് രക്ഷപ്പെടാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പിറകെ പറയുന്നു. സ്ത്രീകളെ വിളിച്ച് ഉപദേശിച്ച കൂട്ടത്തിൽ തുടർന്ന് അല്ലാഹ് പറയുന്നത് വൽയദ്രിബിന ബിഖുമുരിഹിന്ന അലാ ജുയൂബിഹിന്ന. വൽയദ്രിബിന ബിഖുമുരിഹിന്ന, സൂറത്തുൻ നൂർ 31-ാമത്തെ ആയത്ത്. അവരുടെ തലയിലെ തട്ടം വൽയദ്രിബിന ബിഖുമുരിഹിന്ന അലാ ജുയൂബിഹിന്ന, തലയിലിട്ട തട്ടം മാറിലൂടെ താഴ്ത്തിയിടട്ടെ. അതിന് ഉസ്താദെ തലയിൽ തട്ടം വേണ്ട, എന്നാലല്ലേ മാറിലിടണ്ടാകുക. അതാണ് ഇന്നത്തെ അവസ്ഥ. വൽയദ്രിബിന ബിഖുമുരിഹിന്ന, തലയിലിട്ട മുണ്ട് കുറച്ച് നീളം വേണം, കുറച്ച് നീളം വേണം. ആ മുണ്ട് അവരുടെ മാറിലൂടെ അവർ താഴ്ത്തിയിടട്ടെ. ശരീരത്തിന്റെ വടിവ് മറ്റുള്ളവർ കാണാതിരിക്കാൻ അങ്ങനെ ചെയ്യണമെന്ന് അള്ളാഹു കൽപ്പിക്കുകയാണ്. വ്യഭിചാരത്തിന്റെ വാതിലുകൾ ഓരോന്നോരോന്ന് അടച്ചു തരികയാണ് ഖുർആന്. നമ്മുടെ ഭാര്യയിലൂടെ, നമ്മുടെ മകളിലൂടെ ഒരാൾ വ്യഭിചരിക്കുന്നു, അവളെ വ്യഭിചരിച്ചില്ലെങ്കിലും അവളിലൂടെ അയാൾ വ്യഭിചരിക്കുകയാണ്. അതിനാണ് കഴിഞ്ഞ ആഴ്ച ഓരോ അവയവത്തിന്റെയും വ്യഭിചാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്നത്. ലൈംഗിക വിശുദ്ധി ഉണ്ടായിട്ട് ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങൾ വിജയിച്ചു എന്ന് പറഞ്ഞ ആ മുഅ്മിനീങ്ങളിൽ പെടണമെങ്കിൽ ലിംഗം കൊണ്ടുള്ള വ്യഭിചാരത്തിൽ നിന്ന് മാത്രം മാറി നിന്നത് കൊണ്ടായില്ല. അവയവങ്ങളുടെ വ്യഭിചാരവും നാം സൂക്ഷിക്കുക തന്നെ വേണം. ഖുർആൻ പറയുന്നു, അതുകൊണ്ട് തന്നെ നിങ്ങൾ അവരുടെ തലയിലിട്ട മുണ്ട് മാറിലൂടെ അവർ താഴ്ത്തിയിടട്ടെ. അങ്ങനെയും നബിയെ അവരോട് കൽപ്പിക്കൂ, മുഅ്മിനാത്തുകളോട് കൽപ്പിക്കൂ. തുടർന്ന് വലാ യുബ്ദീന സീനതഹുന്ന ഇല്ലാ ലിബുഉലതിഹിന്ന, അവരുടെ ഭംഗി അവർ ഒരിക്കലും വെളിവാക്കരുത്. എവിടെ ഒഴികെ? ഇല്ലാ ലിബുഉലതിഹിന്ന, അവരുടെ ഭർത്താക്കന്മാരുടെ മുന്നിലൊഴികെ. ഭർത്താക്കന്മാരുടെ മുന്നിൽ ഭാര്യയ്ക്ക് പരിധിയും പരിമിതിയും ഇല്ല. അവിടെ ഒരു നിയമവുമില്ല, അവിടെ ഒരു പരിധിയില്ല, പരിമിതിയില്ല. നിസാഉകും ഹർസുൽ ലക്കും ഫഅതു ഹർസകും അന്നാ ശിഅ്തും ഐ കൈഫ ശിഅ്തും. നിങ്ങൾക്കുള്ള കൃഷിയിടമാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ വിരിപ്പാണ് നിങ്ങളുടെ ഭാര്യമാർ. നിങ്ങൾ അവരിലേക്ക് സമീപിക്കുക, അവരിലേക്ക് കടന്നു ചെല്ലുക. അന്നാ ശിഅ്തും, നിങ്ങൾ ഉദ്ദേശിക്കും പ്രകാരം. തഫ്സീറിൽ കാണാം മിൻ അമാമിഹാ വമിൻ വറാഇഹാ. ഇത് നാണിക്കേണ്ട കാര്യമല്ല, ഇതൊക്കെ പഠിക്കേണ്ട സംഗതിയാ. മുൻഭാഗത്തുകൂടെയും പിൻഭാഗത്തുകൂടെയും നീ ഉദ്ദേശിച്ച ഭാഗത്തുകൂടെയൊക്കെ. പക്ഷേ ഗുദമൈഥുനം എന്ന പ്രകൃതി വിരുദ്ധമായ ഏർപ്പാട് ഇസ്ലാം അംഗീകരിക്കുന്നില്ല, അനുവദിക്കുന്നില്ല, അത് നിഷിദ്ധമാക്കിയിട്ടുണ്ട്. അതല്ലാത്ത രൂപത്തിൽ ഏതു മാർഗങ്ങളിലൂടെയും നിങ്ങൾക്ക് ഭാര്യമാരെ സമീപിക്കാം. പക്ഷേ ഭാര്യമാർക്ക് ഭർത്താക്കന്മാരുടെ മുന്നിൽ പരിധിയില്ല, പരിമിതിയില്ല എന്ന് പറയുമ്പോ ആ നിർദ്ദിഷ്ട അവയവങ്ങൾ കാണാതിരിക്കലാണ് ഉത്തമം. കാണൽ ഹറാമൊന്നുമില്ല, കണ്ടാൽ കുറ്റമൊന്നുമില്ല. പക്ഷേ കാണാതിരിക്കലാണ് നല്ലത്. ആ കേന്ദ്രങ്ങൾ ആയിഷ ബീവി പറഞ്ഞല്ലോ ഹദീസിൽ കാണാ, മാ റഅയ്തു മിൻഹു മാ റഅയ്തു മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലാ റആ മിന്നി. ഞാനും നബിയും തമ്മിലുള്ള ദാമ്പത്യ ജീവിതത്തിൽ ഒരിക്കൽ പോലും നബി എന്നിൽ നിന്നു കണ്ടിട്ടില്ല. അത്രേ പറഞ്ഞിട്ടുള്ളൂ. ഭാഷ അങ്ങനെയാണ്.
എന്നിൽ നിന്ന് നബി ഒരിക്കൽ പോലും അത് കണ്ടിട്ടില്ല. ഞാനും നബിയിൽ നിന്ന് കണ്ടിട്ടില്ല. മഹത്തുക്കളായ മുഹദ്ദിസുകളിലെ ഹദീസ് ഉദ്ധരിച്ചു പറഞ്ഞു, കാണൽ ഹറാമൊന്നും ഇല്ലെങ്കിലും അത് ഉപേക്ഷിക്കലാകുന്നു ഉത്തമം, അത് കാണാതിരിക്കലാണ് സ്നേഹബന്ധം നിലനിൽക്കാനും ഭാര്യമാരോടുള്ള താല്പര്യം നിലനിൽക്കാനും നല്ലത് എന്ന് പരിശുദ്ധ ദീനുൽ ഇസ്ലാം പറഞ്ഞു തരുന്നു. തുടർന്ന് ഭർത്താവിന്റെ കാര്യം പറഞ്ഞിട്ട് പിന്നെ അള്ളാഹു ആരുടെ മുന്നിലൊക്കെ അവൾക്ക് കടന്നു ചെല്ലാം, സാധാരണ വസ്ത്രമണിഞ്ഞ് വീട്ടിലാകുമ്പോൾ ധരിക്കുന്ന വസ്ത്രത്തോടെ ആരുടെയൊക്കെ മുന്നിൽ അവൾക്ക് കടന്നു ചെല്ലാം എന്ന് അള്ളാഹു അങ്ങനെ പറയാണ്. 12 വിഭാഗത്തെ അള്ളാഹു പറഞ്ഞു. വലാ യുബ്ദീന സീനതഹുന്ന ഇല്ലാ ലിബൂലതിഹിന്ന ഔ ആബാഇഹിന്ന ഔ ആബാഇ ബൂലതിഹിന്ന ഔ അബ്നാഇഹിന്ന ഔ അബ്നാഇ ബൂലതിഹിന്ന ഔ ഇഖ്വാനിഹിന്ന ഔ ബനീ ഇഖ്വാനിഹിന്ന ഔ ബനീ അഖവാതിഹിന്ന ഔ നിസാഇഹിന്ന ഔ മാ മലകത് ഐമാനുഹുന്ന അവിത്താബിഈന ഗൈരി ഉലിൽ ഇർബതി മിനർ റിജാൽ അവിത്ഫിലില്ലദീന ലം യൽഹറു അലാ ഔറാത്തിൻ നിസാ. 12 ഗ്രൂപ്പിനെ എണ്ണി. ഔ ആബാഇഹിന്ന, സ്വന്തം പിതാക്കന്മാരുടെ മുന്നിൽ സാധാരണ വീട്ടിലണിയുന്ന വേഷത്തോടുകൂടെ പെണ്ണിന് പോകാം. സ്വന്തം ഉപ്പമാർ, ആബാ എന്നാ പറഞ്ഞ പിതാവ്, ഉപ്പാന്റെ ഉപ്പ, പിതാമഹന്മാരൊക്കെ അതിൽ പെട്ടു. ഔ അബ്നാഇ ഔ ആബാഇ ബുഊലതിഹിന്ന, അവരുടെ ഭർത്താക്കന്മാരുടെ പിതാക്കൾ, അമ്മായിയപ്പൻ എന്ന് പറയുന്ന അവരുടെ മുന്നിലേക്കും മരുമകൾക്ക് പോകാം. പക്ഷെ അവിടെയൊക്കെ നിയമമുണ്ട്. അമ്മായിയപ്പൻ നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ തരത്തിലുള്ള മറ്റേ അസുഖമുള്ള ആളാണെങ്കിൽ അങ്ങനെ പോകാനും പാടില്ല. സംഗതി വാപ്പ തന്നെയാണ്, അതൊക്കെ ശരിയാ, വാപ്പാന്റെ നിയമമാണ്. എന്നാലും അസുഖം ഉണ്ട് എന്ന് മനസ്സിലായാൽ അള്ളാന്റെ നിയമത്തിൽ അനുവദിച്ചതല്ലേ മൊയ്ലിയരെ, ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് മരുമോള് പോണ്ട. എവിടെയാണ് കുഴപ്പമെന്ന് മനസ്സിലാക്കി ആ കുഴപ്പത്തിനനുസരിച്ച് നിൽക്കണം, ശ്രദ്ധിച്ച് ബോധത്തോടുകൂടെ നിലകൊള്ളണം. അപ്പോ ഔ ആബാഇഹിന്ന ഔ ആബാഇ ബുഊലതിഹിന്ന, ഭർത്താക്കന്മാരുടെ പിതാക്കൾ. ഔ അബ്നാഇഹിന്ന, ഒരു പെണ്ണിന് ആ പെണ്ണിന്റെ മക്കളുടെ മുന്നിലേക്കും ഇவ்விധം കടന്നു ചെല്ലാം. മകൻ, മകന്റെ മകൻ, അങ്ങനെ. ഔ അബ്നാഇ ബുഊലതിഹിന്ന, ഭർത്താക്കന്മാരുടെ ആൺമക്കൾ. അതേതാ ഭർത്താക്കന്മാരുടെ ആൺമക്കൾ? അവളെ വിവാഹം കഴിക്കുന്നതിന്റെ മുമ്പുള്ള വിവാഹത്തിലൂടെ ഉണ്ടാകുന്ന ആൺകുട്ടികൾ. അവളെ കിട്ടുന്നതിന്റെ മുമ്പ് കല്യാണം കഴിച്ച അതിൽ വലിയ ആൺകുട്ടികളുണ്ട്, സ്വന്തം മക്കൾ തന്നെയാണ്. ഔ അബ്നാഇ ബുഊലതിഹിന്ന, ഭർത്താവിന്റെ സന്താനങ്ങളുടെ മുന്നിലേക്കും കടന്നു ചെല്ലാം. ഔ ഇഖ്വാനിഹിന്ന, ഖുർആൻ പറയുന്നു സ്വന്തം സഹോദരന്മാർ, സ്വന്തം കൊച്ചാപ്പമാരെ മക്കള്, മൂത്താപ്പമാരെ മക്കള്, അതെന്റെ ബ്രദറാന്ന് നീ പറഞ്ഞാലും മുന്നിലേക്ക് പോകാൻ പറ്റില്ല. സ്വന്തം സഹോദരന്മാർ. ഔ ഇഖ്വാനിഹിന്ന ഔ ബനി ഇഖ്വാനിഹിന്ന, സ്വന്തം സഹോദരന്മാരുടെ ആൺമക്കൾ, ഒരു പെണ്ണിന്റെ സഹോദരന്റെ ആൺമക്കൾ. ഔ ബനി അഖവാതിഹിന്ന, സഹോദരിമാരുടെ ആൺമക്കൾ, പെണ്ണിന്റെ ചേട്ടത്തി അനിയത്തിമാരുടെ ആൺമക്കൾ. ഔ ബനി അഖവാതിഹിന്ന ഔ നിസാഇഹിന്ന, മുഅ്മിനാത്തുകളായ സ്ത്രീകളെ പോലത്തെ ധർമ്മബോധമുള്ള പെണ്ണുങ്ങളുടെ മുന്നിലും. ഏത് പെണ്ണിന് എല്ലാ പെണ്ണിന്റെയും മുന്നിലും കടന്നു ചെല്ലാൻ പറ്റൂല. ഖുർആന്റെ നിർദ്ദേശം. മുസ്ലിമത്തായ പെണ്ണിന്, അള്ളാഹുവിൽ വിശ്വസിച്ച മുഅ്മിനത്തിന് എല്ലാ പെണ്ണിന്റെയും മുന്നിൽ നിരുപാധികം ചെന്നു നിൽക്കാൻ പാടില്ല. ആണിന്റെ മുന്നിലേ പോകാൻ പറ്റാത്തതുള്ളൂ. പെണ്ണ് ഏതായാലും പെൺവർഗത്തിന്റെ മുന്നിൽ പെണ്ണിന് പ്രത്യക്ഷപ്പെടാമെന്ന് മനസ്സിലാക്കിയത് തെറ്റാണ്. അള്ളാഹ് പറഞ്ഞത് അവിൻ നിസാ എന്നല്ല, സ്ത്രീവർഗത്തിന്റെ മുമ്പാകെ മൊത്തത്തിൽ മുഅ്മിനാത്തുകൾക്ക്, വിശ്വസിച്ച സ്ത്രീകൾക്ക് കടന്നു ചെല്ലാമെന്ന് ആമായിട്ട് മൊത്തത്തിൽ പറഞ്ഞിട്ടില്ല. ഔ നിസാഇഹിന്ന, ഇവരെ പോലത്തെ ധർമ്മനിഷ്ഠയുള്ള, സത്യസന്ധതയുള്ള, ധർമ്മബോധമുള്ള സ്ത്രീകളുടെ മുമ്പാകെ പോകാം. എല്ലാ മുസ്ലിം പെണ്ണുങ്ങളെ മുന്നിലും പോകാൻ പാടില്ല. തെമ്മാടിച്ചികളായ, അള്ളാഹുവിനെ കുറിച്ച് ബോധമില്ലാത്ത,
മുസ്ലിമായ പെണ്ണാണെങ്കിലും ശരി, അവളെ മുന്നിലേക്ക് ഔറത്ത് വെളിവാക്കിയിട്ട് മുഖം കാണിച്ചിട്ടാണെങ്കിലും ശരി, മുൻകൈയും മുട്ടുവരെയുള്ള ഭാഗം കാണിച്ചിട്ടാണെങ്കിലും ശരി കടന്നു ചെല്ലാൻ പാടില്ല. മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്തു കാലം ഷാമിന്റെ ഗവർണറായിരുന്ന അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിനെ ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫ കത്തെഴുതുന്നു ഉമർ റളിയല്ലാഹു അൻഹു. എന്താ കത്തെഴുതുന്നത്? ബിസ്മിയും ഹംദും സലാത്തും ഒക്കെ കത്തിന്റെ ആമുഖമായി എഴുതിയിട്ട് അമ്മാ ബഅദു അന്ന നിസാഅം മിനൽ മുസ്ലിമീൻ, മുസ്ലിം പെണ്ണുങ്ങൾ, ഷാമിലെ ഫലസ്തീനിലെ മുസ്ലിം പെണ്ണുങ്ങൾ മുശിരിക്കത്തുകളായ, ദുർവൃത്തകളായ, മോശം സ്വഭാവക്കാരികളായ സ്ത്രീകളോടൊപ്പം കുളിക്കാൻ പോകുന്ന വാർത്ത ഞാൻ അറിഞ്ഞു. ഷാമിന്റെ ഗവർണറായിരുന്ന അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിന് എഴുതുന്ന കത്ത്, മുസ്ലിമത്തുകളായ പെണ്ണുങ്ങള് നല്ലവരല്ലാത്ത സ്ത്രീകളുടെ കൂടെ കുളിക്കാൻ പോകുന്ന വാർത്ത എനിക്കു കിട്ടി. അള്ളാഹുവിനെ തന്നെ സത്യം പടച്ച തമ്പുരാന്റെ നിയമം അത് അനുവദിക്കുന്നില്ല. ഇന്ന് തൊട്ട് ഒരു മുസ്ലിമത്തും അള്ളാഹുവിൽ വിശ്വസിച്ച പെണ്ണും മുശിരിക്കത്തായ പെണ്ണിന്റെ കൂടെ കുളിക്കാൻ പോകാൻ പാടില്ല. ആ പെണ്ണിന്റെ നഗ്നത അത്തരം സ്ത്രീകളുടെ മുമ്പാകെ വെളിവാക്കാൻ പാടില്ല. കാരണം ലിഅന്നഹുന്ന യസിഫ്ന അൻഹാ ലിരിജാലിഹിന്ന, മോശം പെണ്ണ് നല്ല ഒരു പെണ്ണിന്റെ സൗന്ദര്യം കണ്ടാൽ എന്താ കുഴപ്പം? പുരുഷൻ ചെയ്യുന്നതൊക്കെ അവളിൽ ചെയ്യോ? അതും ഇപ്പൊ ഇന്നത്തെ കാലത്തുണ്ട്, സ്വവർഗപ്രേമികൾ ഉണ്ടല്ലോ. അതല്ല പ്രശ്നം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തീരുമാനം കാരണം പറഞ്ഞത് ലിഅന്നഹുന്ന യസിഫ്ന അൻഹാ ലിരിജാലിഹിന്ന, മോശപ്പെട്ട ദുസ്വഭാവികളായ പുരുഷന്മാർക്ക് ഈ പെണ്ണിന്റെ സൗന്ദര്യം മോശപ്പെട്ട പെണ്ണ് അറിയിച്ചു കൊടുക്കും. ഞാൻ ഒരു പെണ്ണിനെ കണ്ടു, എന്റെ കൂടെ കുളിക്കാൻ വന്ന പെണ്ണ്, അതെന്താ അറിയോ എന്നൊക്കെ പറഞ്ഞിട്ട് മോശപ്പെട്ട പുരുഷന്മാർക്ക് വർണ്ണിച്ചു കൊടുക്കാനും അത് തിന്മയുടെ കവാടം തുറക്കപ്പെടാനും വ്യഭിചാരം നടക്കാനും കുറ്റകൃത്യങ്ങൾ അധികരിക്കാനും കാരണമാകുമെന്നതുകൊണ്ട് ഈ പ്രവണത പാടില്ല എന്ന് പറഞ്ഞ് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു വിലക്കുകയും അത് നിയമമായി ഷാമിൽ വിളംബരം ചെയ്യുകയും ചെയ്തത് ഇസ്ലാമിക ചരിത്രത്തിൽ കാണാം. ഖുർആൻ പറഞ്ഞു ഔ നിസാഇഹിന്ന ഔ മാ മലകത് അയ്മാനുഹുന്ന, സ്വന്തം കീഴിലുള്ള അടിമകൾ, പാവപ്പെട്ട അടിമകൾ, ആ അടിമകളുടെ മുമ്പാകെ സാധാരണ വസ്ത്രമണിഞ്ഞുകൊണ്ട് പെണ്ണിന് രംഗത്ത് അവരുടെ മുന്നിലേക്ക് ചെല്ലാം. അള്ളാഹു പറഞ്ഞു തരാണേ, എണ്ണി പറഞ്ഞു തരാണ്. അവിത്താബിഈന ഗൈരി ഉലിൽ ഇർബത്തി മിനർ റിജാൽ, പുരുഷന്മാരിൽ നിന്ന് ദുർവിചാരമില്ലാത്ത പടുവൃദ്ധന്മാർ, മന്ദബുദ്ധികൾ. അങ്ങനെ ഉണ്ടാവൂല മന്ദബുദ്ധികൾ, ഒരു ബോധമില്ല, ചോറങ്ങനെ തിന്നുന്നല്ലാതെ ഇടത്തും വലത്തും ഒന്നും തിരിയാത്ത മന്ദബുദ്ധികൾ. ആ മന്ദബുദ്ധികളുടെ മുമ്പാകെ പെണ്ണിന് പ്രത്യക്ഷപ്പെടാം. അതാണ് പറഞ്ഞത് അവിത്താബിഈന ഗൈരി ഉലിൽ ഇർബത്തി മിനർ റിജാൽ, ദുർവിചാരമില്ലാത്ത, കാമാസക്തിയില്ലാത്ത മന്ദബുദ്ധികൾ, പടുവൃദ്ധന്മാർ. ഇത് പറയുമ്പോ മണ്ടനോ ഷണ്ടനോ ആയതുകൊണ്ട് കാര്യമില്ല. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്, ആൾക്കൊരു 50 പൈസ കുറവാന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷെ അങ്ങനെയുള്ള എല്ലാ ആളുകളും മുന്നിക്കാണ് കയറി ചെല്ലാൻ പാടില്ല. ആള് മീൻ കച്ചവടക്കാരൻ, ആള് ഷണ്ടനാണ് അല്ലെങ്കിൽ മണ്ടനാണ്, അതുകൊണ്ട് ആ മീൻ വിൽക്കുന്ന ഇക്കാക്കാന്റെ മുന്നിക്ക് നിനക്ക് പോകാൻ പറ്റൂല. കാരണം എന്താ അറിയോ? ഇതിന്റെ നിയമം അള്ള പറഞ്ഞിടത്ത് പ്രത്യേകിച്ച് കാണാം, വൈരി ഉലിൽ ഇർബത്തി, ദുസ്വഭാവം, ദുർവിചാരമില്ലാത്ത ആളുകൾ എന്ന് പ്രത്യേകം പറഞ്ഞു. മദീനയില് ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച ഹദീസിൽ കാണാം, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, മദീനയിൽ ഒരു ഷണ്ടൻ ഉണ്ടായിരുന്നു. മദീനയിൽ ഒരു ഷണ്ടനായ ആളുണ്ടായിരുന്നു. അയാളെ കുറിച്ച് മദീന നിവാസിനികളായ സ്ത്രീകളുടെ ധാരണ എന്താ? അയാൾക്ക് കാമാസക്തിയില്ല, വികാരമില്ല എന്നായിരുന്നു അവർ മനസ്സിലാക്കിയിരുന്നത്. അങ്ങനെ പ്രവാചക പത്നിമാർ, ഉമ്മഹാത്തുൽ മുഅ്മിനീനുകൾ, നബിയുടെ ഭാര്യമാരടക്കം മുസ്ലിമാത്തുകളായ പെണ്ണുങ്ങളൊക്കെ ഈ മനുഷ്യന് അടുക്കളയിലേക്ക് പ്രവേശനാനുമതി നൽകിയിരുന്നു. മദീനയിലുള്ള ഈ ഷണ്ടനായ മനുഷ്യന്, ഒരു മന്ദബുദ്ധിയെ പോലുള്ള ആളാണ്. നബിയുടെ ഭാര്യമാരൊക്കെ അടുക്കളയിൽ കയറ്റും, വീട്ടിൽ കയറിയൊക്കെ വരും.
ഇങ്ങനെ വന്നും പോയും കൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമ്മു സലമ ബീവിന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നപ്പോ ഈ സാധനം, ഈ ഷണ്ടൻ അവിടെ ഉണ്ട്. അപ്പൊ ഉമ്മു സലമ ബീവിയുടെ സഹോദരനുമായിട്ട് എന്തോ കാര്യമായ സംസാരത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആളൊരു ഷണ്ടനാണെങ്കിൽ എന്താ പറയുന്നത് എന്ന് ശ്രദ്ധിച്ചു നോക്കി. അപ്പൊ ഇവൻ പറയുന്നത് എന്താ, ബാദിയ എന്ന് പേരുള്ള ഒരു അറബി വനിതയുടെ സൗന്ദര്യത്തെ വർണ്ണിച്ചുകൊണ്ട് സംസാരിക്കുകയാണ്. അവളുടെ ദേഹകാന്തി വിവരിച്ചുകൊണ്ട് ആന്തരികാവയവങ്ങളെ കുറിച്ച് പോലും സംസാരിക്കുന്ന രംഗമാണ് തന്റെ ഭാര്യ ഉമ്മു സലമാ ബീവി റളിയല്ലാഹു അൻഹായുടെ സഹോദരൻ അളിയനോട് ഈ ചങ്ങാതി ഇങ്ങനെ ഈ കാര്യം സംസാരിക്കുന്നതാണ് നബി തങ്ങൾ കേട്ടത്. അപ്പൊ ഉടനെ നബി അങ്ങോട്ട് കയറി ചെന്ന് പറഞ്ഞു, യാ അദുവല്ലാ, അള്ളാഹുവിന്റെ ശത്രു, നീ ഇങ്ങനെ ഒരു മൂടുപടമണിഞ്ഞ് ഷണ്ടന്റെ വേഷം കെട്ടിയിട്ട് നിന്റെ ഇടപാടിതാണല്ലേ, നിന്റെ ഉള്ളിലിരിപ്പിതാണല്ലേ എന്നും പറഞ്ഞ് അവിടത്തെ ഭാര്യമാരോട് കർശന നിർദ്ദേശം നൽകി. ഇനി മുതൽ ഇവന് പ്രവേശനാനുമതി നൽകരുത്, വീട്ടിൽ ഇവനെ കയറ്റരുത്, അവന്റെ മുമ്പിൽ നിങ്ങൾ പരിപൂർണ ഹിജാബ് പാലിക്കുക തന്നെ വേണം. അതാണ് വൈരി ഉലിൽ ഇർബത്തി മിനർ റിജാൽ എന്ന് അല്ലാഹു പറഞ്ഞത്. തുടർന്ന് 12-ാമത്തേത് അവിത്ഫിലില്ലദീന ലം യൽഹറു അലാ ഔറാത്തിൻ നിസാ, സ്ത്രീകളുടെ സൗന്ദര്യത്തിലേക്ക് എത്തി നോക്കാത്ത കൊച്ചുകുട്ടികൾ. ബാലന്മാർ, എല്ലാ ബാലന്മാരും പറ്റൂല. 12 വയസ്സോ 13 വയസ്സോ ആയിട്ടുള്ളൂ, ആള് കുട്ടിയല്ലേ എന്ന് പറഞ്ഞിട്ട് അവരെ മുന്നിലേക്ക് ഒരു പെണ്ണിന് അങ്ങനെ പോകാൻ പറ്റൂല. ഖുർആൻ പറഞ്ഞ സ്വഭാവമുള്ള കുട്ടികൾ, അവിത്ഫിലില്ലദീന, ചില കുട്ടികൾ, എല്ലാ കുട്ടികളും ഇല്ലട്ടോ, ചില കുട്ടികൾ. അല്ലദീന എങ്ങനത്തെ കുട്ടികൾ? ലം യൽഹറു അലാ ഔറാത്തിൻ നിസാ, സ്ത്രീകളുടെ ഔറത്തുകളിലേക്ക് എത്തി നോക്കാത്ത, ശ്രദ്ധിക്കാത്ത, സ്ത്രീ സൗന്ദര്യം അറിയാത്ത കൊച്ചുകുട്ടികൾ. അവരുടെ മുന്നിലേക്ക് ചെല്ലാം. ഇതിനപ്പുറമുള്ള അള്ളാഹു വിലക്കിയ ഭാഗത്തേക്ക് പരസ്യപ്പെട്ട് നീ കടന്നു ചെന്നാൽ നിന്റെ സൗന്ദര്യം മുഖവും മുൻകൈയും കാണിച്ചിട്ടാണെങ്കിലും ശരി, നിന്റെ മുഖത്തെ സൗന്ദര്യം കാണിച്ചിട്ടാണെങ്കിലും ശരി, അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത പ്രവൃത്തിയാണ് പെണ്ണെ നീ ചെയ്യുന്നത്. പുരുഷാ, നിന്റെ ഭാര്യയിലൂടെ നീ കടുത്ത അപരാധമാണ് ചെയ്യുന്നത്. നിന്റെ ഭാര്യയുടെ സൗന്ദര്യം പ്രദർശിപ്പിച്ചുകൊണ്ട് നീ അവളെ വ്യഭിചരിപ്പിക്കാൻ വിടുകയാണ് ചെയ്യുന്നത്. അള്ളാഹുവിന്റെ കലാം പഠിപ്പിക്കുന്നു. അതുകൊണ്ട് എന്ത് വേണം? തുടർന്ന് അല്ലാഹു പറയുന്നു, വലാ യളിരിബ്ന ബി അർജുലിഹിന്ന ലിയുഅലമ മാ യുഖ്ഫീന മിൻ സീനതിഹിന്ന. വലാ യളിരിബ്ന ബി അർജുലിഹിന്ന, സ്ത്രീകൾ നടന്നു പോകുമ്പോൾ ഒരിക്കലും നിലത്ത്, റോട്ടിൽ, വഴിയിൽ കാലിട്ടടിക്കരുത്. ലിയുഅലമ മാ യുഖ്ഫീന മിൻ സീനതിഹിന്ന, ഗോപ്യമായി നിൽക്കുന്ന, രഹസ്യമായി കിടക്കുന്ന സൗന്ദര്യം പുറത്ത് പരസ്യപ്പെടുത്താൻ വേണ്ടി പെണ്ണെ നീ കാല് നിലത്തിട്ടടിക്കരുത്. വലാ യളിരിബ്ന ബി അർജുലിഹിന്ന, നടക്കുമ്പോ വളരെ സ്വകാര്യമായി പാത്തും പതുങ്ങിയും നിന്റെ സ്ത്രൈണ മനോഭാവത്തോടുകൂടെ ശബ്ദമുണ്ടാക്കാതെ വേണം നീ നടക്കാൻ. അള്ളാഹു പറയാണ്. എന്തേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഇന്ന ഔവല ഫിത്നത്തിൻ ഫീ ബനി ഇസ്രായീൽ കാനത്ത് മിനൻ നിസാ. ഇസ്രായേലിൽ അള്ളാഹു ഒരുപാട് ദുരന്തങ്ങൾ ഇറക്കി അല്ലേ? എത്രയെത്ര ദുരന്തങ്ങളാണ് മുൻകാല ജനതയിൽ അള്ളാഹു ഇറക്കിയത്. ആ സമൂഹത്തെ അള്ളാഹു പല വിധത്തിലും പരീക്ഷിച്ചു. താങ്ങാനാകാത്ത ശിക്ഷകൾ ഈ ലോകത്ത് തന്നെ ഇസ്രായേലിയർക്ക് കൊടുത്തു. അതിന്റെ പ്രഥമവും പ്രധാനവുമായ കാരണം മിനന്നിസാ, സ്ത്രീകളുടെ കാരണമാണ്. ഇസ്രായേലിയരെ അള്ളാഹു ഈ ഭൂമിയിലിട്ട് ശിക്ഷിച്ചതിന്റെ പ്രധാന കാരണം കാനത്ത് മിനന്നിസാ, സ്ത്രീകളുടെ കാരണത്താലായിരുന്നു. ഇത് പറഞ്ഞപ്പോ സ്വഹാബത്ത് ചോദിച്ചു, നബിയേ, എന്തൊരു പ്രശ്നമായിരുന്നു സ്ത്രീകളിലൂടെ ഉണ്ടായത്? സമൂഹത്തെ മൊത്തത്തിൽ ശിക്ഷ വ്യാപിക്കും വിധം എല്ലാവരും നിരപരാധികൾ പോലും ശിക്ഷിക്കപ്പെടും വിധം അള്ളാഹുവിന്റെ അദാബിറങ്ങാൻ കാരണമായ എന്താണ് അക്കാലത്തെ സ്ത്രീകളിൽ നിന്നുണ്ടായത് നബിയേ എന്ന്
സ്വഹാബത്ത് ചോദിച്ചപ്പോ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഇസ്രായേലിലെ തമ്മാടികളായ പെണ്ണുങ്ങള് പുരുഷന്മാർക്കിടയിലൂടെ നടന്നു പോകുമ്പോ അവരുടെ കാലിൽ അഹ്ശാബ് ഉണ്ടാകും. പഴയ കാലത്ത് നമ്മുടെ ചെരുപ്പിന് പകരമുണ്ടായിരുന്ന മെതിയടി പോലത്തെ സാധനം, അഹ്ശാബ്, മരക്കഷ്ണം, മരം കൊണ്ടുണ്ടാക്കിയ ഒരു പ്രത്യേക സാധനം കാലിലണിഞ്ഞ് കാലിലടിച്ചടിച്ച് ഞാനിതാ പോകുന്നു, എന്നെ നോക്കൂ, എന്റെ സൗന്ദര്യം നോക്കൂ എന്ന് ബിലിസാനിൽ ഹാൽ, നടത്തത്തിന്റെ അവസ്ഥയിൽ അറിയിച്ചുകൊണ്ട് ആ പെണ്ണുങ്ങൾ നടന്നു പോവുകയും അങ്ങനെ ആ പുരുഷന്മാർ അവരെ ആഗ്രഹിക്കുകയും വ്യഭിചാരം വ്യാപിക്കുകയും അങ്ങനെ അള്ളാഹുവിന്റെ ശിക്ഷ വരികയും ചെയ്തു. ജാഹിലിയ കാലത്തുള്ള പെണ്ണിന്റെ സ്വഭാവം തഫ്സീറിൽ കാണാ, കാനത്ത് ഇംറഅതൻ ഫിൽ ജാഹിലിയ കാനത്ത് തംശി ഇദാ കാനത്ത് തംശി ഫി ത്വരീഖ്, അവൾ വഴിയിലൂടെ നടക്കുകയാണെങ്കിൽ ഫീ റിജ്ലിഹാ ഖൽഖാലുൻ സ്വാമിത്തുൻ, ഇബ്നു കസീറിൽ കാണാ അവളെ കാലിൽ മിണ്ടാത്ത പാദസരം ഉണ്ടാവും. ജാഹിലിയ കാലത്തെ പെണ്ണിന്റെ കാലിൽ മിണ്ടാത്ത പാദസരം, സ്വാമിത്ത്. ളറബത്ത് ബിരിജ്ലിഹൽ അർള, ആ മിണ്ടാത്ത പാദസരം മിണ്ടിപ്പിച്ചുകൊണ്ട് ശബ്ദമുണ്ടാക്കാൻ വേണ്ടി അവൾ ആ പാദസരമണിഞ്ഞ കാല് നിലത്തിട്ടടിച്ചുകൊണ്ട് പരസ്യപ്പെടുത്തിയവൾ നടന്നു പോകുമായിരുന്നു. ഇന്നും അങ്ങനെ തന്നെയല്ലേ അവസ്ഥ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മർഅതു ഔറ, പെണ്ണ് മുഴുവൻ ഔറത്താണ്, പെണ്ണ് മുഴുവൻ ഔറത്താണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നൽ മർഅത തഖ്റുജു മിൻ ബൈതിഹാ ബിഗൈരി ബഅസിൻ, ഒരു പെണ്ണ്, മുസ്തഹാത്തായ പെണ്ണ്, കണ്ടാൽ ആശ ജനിപ്പിക്കും വിധം സൗന്ദര്യമുള്ള പെണ്ണ് അവളുടെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി, മാ ബിഹാ ബഅസുൻ, അവൾക്ക് അത്യാവശ്യമൊന്നും ഇല്ല. ഉമ്മ ആശുപത്രിയിലാണ്, ഉപ്പ ആശുപത്രിയിലാണ്, നിർബന്ധമായി പങ്കെടുക്കേണ്ട കല്യാണുണ്ട്, അല്ലെങ്കിൽ മതപഠന ക്ലാസ് ഉണ്ട്, അല്ലെങ്കിൽ ഡോക്ടറെ കാണണം, അല്ലെങ്കിൽ ഭർത്താവിന്റെ കൂട്ടുകാരന്റെ വീട്ടിലേക്ക് ഭർത്താവ് വിളിച്ചത് കൊണ്ട് പോകുന്നു എന്നിങ്ങനെയുള്ള അത്യാവശ്യമൊന്നുമില്ലാതെ ഇക്കാക്ക ഭർത്താവ് ഒരു നെയ്റ്റ് കൊണ്ടുവന്നു, ഫാഷൻ പോരാ, ഞാൻ വൈകിട്ട് പെരുമ്പാവൂർ പോയിട്ട് അതങ്ങോട്ട് മാറ്റി വരാ. ഈ ഹംക്ക് പറഞ്ഞു, എന്നാ ആ സാരി ഇട്ടിട്ട് തന്നെ പോയിക്കോ, മൊഞ്ചു കൂട്ടിയിട്ട് അങ്ങോട്ട് പോയിക്കോ, എന്നിട്ട് മാറ്റിയിട്ടുണ്ട് പോരെ, എന്നിട്ട് ഇവിടെ അങ്ങോട്ട് ഇറങ്ങുക. അങ്ങനെ ഒരു പെണ്ണ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നു, മാ ബിഹാ ബഅസുൻ, അവൾക്ക് അത്യാവശ്യമൊന്നുമില്ല. പെണ്ണ് എന്തായാലും പുറത്തിറങ്ങാൻ പാടില്ല, അടുക്കളയിലെ അമ്മിയിൽ അവൾ ബന്ധിതയാണെന്നൊന്നും പറയണ്ട, അത്യാവശ്യത്തിന് ഇസ്ലാമിക നിയമം പാലിച്ച് അവൾക്ക് പുറത്തിറങ്ങാം. അതാണ് പറഞ്ഞത്, മാ ബിഹാ ബഅസുൻ, അത്യാവശ്യമില്ലാതെ അനാവശ്യ കാര്യത്തിനൊരു പെണ്ണ് പുറത്തിറങ്ങിയാൽ ഫയഖൂലു ശൈത്താൻ, ഇത് കാണുന്ന പിശാചിന് വളരെ സന്തോഷാവും. പടച്ചോനെ, എനിക്ക് കെണി കിട്ടിയാലോ റബ്ബേ, പല കെണി ഞാൻ ഒപ്പിച്ചു, പക്ഷെ ഈ കെണി ഒരു മുതൽ കെണി അങ്ങോട്ട് പോന്നോട്ടെ. പിശാച് ഇങ്ങനെ സന്തോഷിച്ചിട്ട് അവളോട് അവളുടെ ചെവിയിൽ പിശാച് മന്ത്രിക്കും, ലാ തമുരീന ബി അഹദിൻ ഇല്ലാ അജബ്തി. പിശാച് എന്താണ് ആ പെണ്ണിന്റെ ചെവിയിൽ മന്ത്രിക്കുക? ലാ തമുരീന ബി അഹദിൻ, എടി പെണ്ണെ, നീ ഒരു പുരുഷന്റെ സാമീപ്യത്തുകൂടെയും കാഴ്ച കൺവെട്ടത്തുകൂടെയും നീ നടക്കരുത്, ഇല്ല അജബ്തി, അയാൾ അത്ഭുതപ്പെടുത്തിയിട്ടല്ലാതെ. നീ പോകുന്ന വഴിയിൽ ഉമ്മണി ആണുങ്ങളുണ്ട്, പരമാവധി അവരെ ഒന്ന് ആകർഷിക്ക്, നിന്റെ സൗന്ദര്യം കാണിച്ചിട്ട് അവരെ ആശിപ്പിക്ക് എന്ന് പിശാച് ഇങ്ങനെ, എന്റെ ഭാര്യയാണെങ്കിലും നിങ്ങളെ ഭാര്യയാണെങ്കിലും നിങ്ങളെ പെൺമക്കളാണെങ്കിലും ഇവരോടൊക്കെ പിശാച് ഓതി കൊടുക്കുന്നുണ്ട്. ഒരു പെണ്ണിന്റെ മനസ്സിൽ ഇത് തോന്നിയിട്ടല്ലേ അവളങ്ങനെ പരസ്യപ്പെടുത്തുന്നത്? അങ്ങനെ പിശാച് വഴിപിഴപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ നിയമം വളരെ സ്പഷ്ടമായി അല്ലാഹ് പറഞ്ഞു, വലാ യളിരിബിന ബി അർജുലിഹിന്ന, അവരെ കാലുകൊണ്ട് അവർ അടിക്കരുത്, ലിയുഅലമ മാ യുഖ്ഫീന മിൻ സീനത്തിഹിന്ന. ആ ഒരു കാര്യം പറഞ്ഞത് പരസ്യപ്പെടുത്തുന്ന മറ്റു കാര്യങ്ങളൊക്കെ സൂക്ഷിക്കണം. കാലിട്ടടിക്കുന്ന കാര്യം അള്ളാഹ് പറഞ്ഞതുള്ളൂ. അതല്ലാത്ത അവളുടെ പോക്കുവരവുകൾ, പരസ്യപ്പെടുന്ന വിധത്തിലുള്ള ശബ്ദങ്ങൾ, അല്ലെങ്കിൽ സ്മെല്ല്, പെർഫ്യൂം, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പുറത്ത് അവൾ ഉപേക്ഷിക്കുക തന്നെ വേണം. തുടർന്ന് അള്ളാഹ് എന്താ പറയുന്നത്? ഇതൊക്കെ പറഞ്ഞിട്ടു ഈമാനുള്ള ആളുകള്, കുറച്ചൊക്കെ അള്ളാനെ പേടിയുള്ള ആളുകൾ, പഠിച്ചവനെ ഞാൻ എത്ര നോക്കിയിട്ടുണ്ട് റബ്ബേ, ഇതൊക്കെ ഇപ്പൊ എത്ര വലിയ കുലുമാലാണെങ്കിൽ എന്താ ഇപ്പൊ ചെയ്യാ? അങ്ങനെ തോന്നാത്തവരെ കാര്യം കഷ്ടക്കാലുമാണ്. അള്ളാഹു കാത്തി രക്ഷിക്കട്ടെ. ഇതൊക്കെ അള്ളാഹു ആണിനെയും പെണ്ണിനെയും പ്രത്യേകം പ്രത്യേകം വിളിച്ചതൊക്കെ പറഞ്ഞിട്ട്, പഠിച്ചവനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ എത്ര നോക്കിയിട്ടുണ്ട്,
നോക്കരുത് നല്ല ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നോക്കി പോയിട്ടുണ്ടല്ലോ. അങ്ങനത്തെ ആളുകൾക്ക് സങ്കടം ഉണ്ടെങ്കിൽ, അവർക്ക് മനപ്രയാസം ഉണ്ടെങ്കിൽ, ഈ 31-ാമത്തെ ആയത്ത് അല്ലാഹു അവസാനിപ്പിക്കുന്നത് ഇவ்விധം പറഞ്ഞുകൊണ്ടാണ്, വതൂബൂ ഇലല്ലാഹി ജമീഅ അയ്യുഹൽ മുഅ്മിനൂൻ ലഅല്ലകും തുഫ്ലിഹൂൻ. അല്ലാഹു പറയുന്നത് എന്താ? നിങ്ങൾ നോക്കിപ്പോയിട്ടുണ്ടോ? എന്നാൽ നിത്യനിരാശയിൽ നിങ്ങൾ ജീവിക്കണ്ട. നിങ്ങൾക്ക് രക്ഷയില്ല എന്ന് നിങ്ങൾ ഒരിക്കലും തെറ്റിദ്ധരിക്കണ്ട. നോക്കി കണ്ണുകൊണ്ട് വ്യഭിചരിച്ചു, കൈകൊണ്ട് വ്യഭിചരിച്ചു, കാലുകൊണ്ട് വ്യഭിചരിച്ചു, മനസ്സുകൊണ്ട് വ്യഭിചരിച്ചു. ഒരു വേള പടച്ചവനെ ഗുഹ്യഭാഗം കൊണ്ടും വ്യഭിചരിച്ചു പോയിട്ടുണ്ടല്ലോ. ഇങ്ങനെ മനസ്താപമുള്ള ആളുകൾ, മനസ്സാക്ഷി കുത്തുവന്ന ആളുകൾ, അവരെ ഉണർത്താൻ വേണ്ടി അവരെ വിളിച്ചുണർത്തിക്കൊണ്ട് അല്ലാഹു പറയുന്നു, വതൂബൂ ഇലല്ലാഹി ജമീഅൻ അയ്യുഹൽ മുഅ്മിനൂന ലഅല്ലകും തുഫ്ലിഹൂൻ. അല്ലാഹുവിലേക്ക് നിങ്ങൾ എല്ലാവരും ഖേദിച്ചു മടങ്ങിക്കോളൂ. അല്ലാഹുവിന്റെ തൗബയുടെ കവാടം മലർക്കെ തുറന്നു വെച്ചിരിക്കുകയാണ്. അത് അടക്കപ്പെട്ടിട്ടില്ല. അല്ലയോ മുഅ്മിനീങ്ങളെ, നിങ്ങൾ തൗബ ചെയ്ത് ഇനിയുള്ള ശിഷ്ടകാല ജീവിതം നന്നാക്കിയാൽ ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾക്ക് വിജയം കിട്ടും. ഖദ് അഫ്ലഹൽ മുഅ്മിനൂനല്ലദീന എന്ന് പറഞ്ഞ വിജയികളായ മുഅ്മിനീങ്ങളിൽ ഇനിയും ഇടം കിട്ടാൻ നിങ്ങളുടെ മുന്നിൽ മാർഗമുണ്ടെന്ന് അല്ലാഹു. അതുകൊണ്ട് പെട്ടുപോയ ആളുകൾക്ക് തൗബ ചെയ്യാൻ അവസരമുണ്ട്. തൗബ ചെയ്തിട്ടില്ലെങ്കിൽ ഇതിന് കിട്ടുന്ന ശിക്ഷയുടെ കാഠിന്യം, സുബ്ഹാനല്ലാഹ്, ഹദീസിൽ വ്യഭിചാരത്തിന്റെ ശിക്ഷ, ഇരുലോകത്തും ലഭിക്കുന്ന ശിക്ഷ, ഈ മിഅ്റാജ് അനുഭവത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ട ഒരു ശിക്ഷ മാത്രല്ല. ഹദീസില് വ്യഭിചരിച്ച ആണിനും പെണ്ണിനും ആഖിറത്തിൽ കിട്ടുന്ന ശിക്ഷ, ആ ഭാഗം മാത്രം ഹദീസിൽ വായിച്ചു നോക്കിയപ്പോ അത് കേൾക്കാൻ പോലുള്ള കരുത്ത് ഒരു മുഅ്മിനിന്റെ ഖൽബിനുണ്ടാവൂല, കാതിനുണ്ടാവൂല. അത്ര കനത്ത ശിക്ഷ. ഈ ദുനിയാവിൽ തന്നെ അള്ളാഹുവിന്റെ ശാപമേറ്റ്, അള്ളാഹുവിന്റെ കോപമേറ്റ് വെറുപ്പ് സമ്പാദിച്ച് ജനങ്ങളാൽ വെറുക്കപ്പെട്ട് വളരെ നിന്ദ്യനായി അവൻ മാറുമെന്നും ഹദീസിന്റെ വെളിച്ചത്തിൽ മഹാന്മാർ നമുക്ക് പറഞ്ഞു തരുന്നു. തീർന്നോ? ഇനി ഇതിന്റെ കവാടങ്ങളെ കുറിച്ച് ഖുർആൻ എന്തൊക്കെ പറയാണ്ട്. പെണ്ണിനോട് പറഞ്ഞ ഉപദേശം മാത്രല്ല, ഈ രോഗം ചികിത്സിച്ച് മാറ്റാനുള്ള വഴി. കാമവികാരം എന്ന് പറഞ്ഞത് മനുഷ്യനുള്ള ഒരു രോഗമാണ്. ആ രോഗം ഒരിക്കലും പൂർണ്ണമായി ഭേദമാവൂല. ബ്ലഡ് പ്രഷർ വന്നാല്, ഷുഗർ വന്നാല് ഒരിക്കലും അത് മാറിപ്പോവില്ലല്ലോ. പ്രഷറും ഷുഗറും വന്നാൽ ഒരിക്കലും മാറിപ്പോവില്ല. പിന്നെന്താ ചെയ്യാ? പിന്നെന്താ? മരുന്ന് ഉപയോഗിച്ച്, വ്യായാമത്തിലൂടെ, ഭക്ഷണ ക്രമീകരണത്തിലൂടെ അതങ്ങനെ കൺട്രോൾ ചെയ്ത് നിയന്ത്രിച്ചു കൊണ്ടുപോവാം. അതിനല്ലേ പറ്റുള്ളൂ. ഇതുപോലെ ഈ സാധനത്തെയും നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ ചില മരുന്നുകളും നിർദ്ദേശങ്ങളും പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന് മുഅ്മിനീങ്ങളോട് പറഞ്ഞു തരാനുണ്ട്. മുഅ്മിനീങ്ങൾക്ക് ദീൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതിന്റെ മരുന്ന്. ഇൻഷാ അല്ലാഹ് ആ ഭാഗമൊക്കെ നമ്മൾ പഠിക്കണം. പ്രിയപ്പെട്ടവരെ, ഇതൊരു നിസാരമായ കാര്യമായിട്ട് നിങ്ങൾ വിചാരിക്കരുത്. നമ്മൾ നമ്മുടെ ദൃഷ്ടിയെ നിയന്ത്രിച്ച് മനസ്സിനെ ശുദ്ധമാക്കിയാലേ നമ്മുടെ ഈമാൻ പൂർണ്ണാവൂ. അള്ളാഹുവുമായിട്ട് നമ്മുടെ ഹൃദയത്തെ കണക്ട് ചെയ്യാൻ പറ്റൂ. നമ്മുടെ നമസ്കാരത്തിലും ആരാധനയിലും മനസ്സാന്നിധ്യം കിട്ടുള്ളൂ, അതിന്റെയൊക്കെ അഭിരുചി കിട്ടുള്ളൂ. അള്ളാഹുവിലുള്ള വിശ്വാസം പൂർണ്ണമാവുകയുള്ളൂ. പരിശുദ്ധിയിലൂടെയേ ഇരുലോക വിജയവും കിട്ടുകയുള്ളൂ. ഇതൊക്കെ പഠിക്കുകയും പഠിച്ചതിനനുസരിച്ച് ജീവിക്കുകയും വേണം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. പരിശുദ്ധരായി അള്ളാഹു നമ്മെ മാറ്റുമാറാകട്ടെ. നമ്മിൽ നിന്നും വന്നുപോയ പാപം ഗഫൂറുർ റഹീമായ നാഥൻ പുറത്തു തരുമാറാകട്ടെ. ഇനിയുള്ള കാലം പരിശുദ്ധരായി ജീവിക്കാൻ അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.